നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഞാൻ ഇന്ന് മാനവീയ വീഥിയിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങളുമായി ഒരു അതിഥി കൂടിയുണ്ട്. എന്റെ കയ്യിൽ ഈ പതിവില്ലാതെ ഈ ബുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ആരായിരിക്കും അതെന്ന്. ഇപ്പം മലയാളത്തിൽ ഏറ്റവും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു നോവലാണ് എന്റെ കയ്യിലുള്ളത്, വാൻ ഗോഗിന്റെ കാമുകി. വായനക്കാരായിട്ടുള്ള പ്രേക്ഷകർ ഒരു പക്ഷേ വായിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ബുക്കാകാം. ഇന്ന് ഇതിന്റെ നോവലിസ്റ്റായ, കഥാകൃത്തായ, അതോടൊപ്പം തന്നെ ഒരു റേഡിയോ അവതാരകൻ കൂടിയാണ് കേട്ടോ ഇദ്ദേഹം. ജേക്കബ് എബ്രഹാം സാറാണ് നമ്മളോടൊപ്പം മോർണിംഗ് വൈബ്സിൽ അതിഥിയായിട്ട് ചേരുന്നത്. വെൽക്കം ടു ദി ഷോ സർ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും ഈസ്റ്ററിന്റെ ഒരു വേളയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനൊരു സന്തോഷമുണ്ട്. നാളെ ഈസ്റ്റർ ആണ്. ധാരാളം ഉയർത്തെഴുന്നേൽക്കുന്ന ധാരാളം പ്രതീക്ഷകളുടെ ഒരു സന്ദേശമായിട്ടാണ് ഈസ്റ്റർ എത്തുന്നത്. അതുപോലെ തന്നെ എന്റെ എഴുത്തിലും ഈ നോവൽ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. വാൻ ഗോഗിന്റെ കാമുകി വലിയൊരു പ്രതീക്ഷ തരുന്ന ഒരു പുസ്തകമാണ് അല്ലെ നമ്മുടെ മോർണിംഗ്. അപ്പൊ നമുക്കിങ്ങനെ കുറച്ച് സാഹിത്യമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ കേട്ട് ഒരു എഴുത്തുകാരന്റെ ജീവിതത്തിലൂടെ നമുക്ക് അങ്ങ് സഞ്ചരിക്കാം. ഈ വാൻ ഗോഗിന്റെ കാമുകി ഒരു വർഷം കൊണ്ട് 4ാം പതിപ്പിലേക്ക് കടക്കുകയാണ്. അത്രത്തോളം പ്രചാരം നേടിയിട്ടുണ്ട്. ഈ ഒരു വർഷത്തിൽ 4ാം പതിപ്പിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം വായനക്കാരുണ്ട്. അതോടൊപ്പം ഈ DC ബുക്സിന്റെ റൊമാൻസ് ഫിക്ഷൻ മത്സരത്തിൽ സമ്മാനം കിട്ടിയ ബുക്കാണ്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഈ വാൻ ഗോഗ്, വിൻസെന്റ് വാൻ ഗോഗിനെ എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്ക്. ലോകപ്രശസ്തനായ ചിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ജീവിത കഥയെ ആസ്പദമാക്കിയാണോ അതോ പൂർണ്ണമായും എഴുത്തുകാരന്റെ ഭാവന മാത്രമാണോ? രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് വിൻസെന്റ് വാൻ ഗോഗ് എന്ന് പറയുന്ന ചിത്രകാരൻ ഇന്നും നമുക്കറിയാം, ഇന്ന് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രകാരനാണ്. അദ്ദേഹം 39ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത ഒരു ചിത്രകാരനാണ്. ഉന്മാദം ബാധിച്ച് ആത്മഹത്യ ചെയ്ത വളരെ ഏറ്റവും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കാൻ പറ്റാഞ്ഞത് പ്രണയത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വളരെ ശക്തമായിട്ടുള്ളത്. പ്രണയം തന്നെയാണ് നമ്മുടെ എഴുത്തിലായാലും ചിത്രകലയിലായാലും എല്ലാത്തിനും ഒരു പ്രധാന ഘടകം. ഒരു അദ്ദേഹത്തിന്റെ ഒരു തേഴ്സ്റ്റ് അതിനോടുള്ള, പക്ഷെ സഫലമാകാത്ത നിരവധി പ്രണയങ്ങളുടെ ഒരു ദുഃഖപുത്രനായിരുന്നു വാൻ ഗോഗ്. അദ്ദേഹം തന്റെ പല കാമുകിമാരോടും അദ്ദേഹം പ്രണയം പറഞ്ഞെങ്കിൽ അവരൊക്കെ നിരസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം കുറെ കാലം ഒരു മോഡലും അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടുമായ ക്ലാസിന മരിന ഹൂർണിക് എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടും ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവരോടൊപ്പം അദ്ദേഹം 2 വർഷം ഹേഗ് എന്ന് പറയുന്ന നെതർലാൻഡ്സിലെ ഹേഗിൽ ജീവിക്കുകയും അദ്ദേഹം ഇവർക്ക് വേറൊരു ആളിലൊരു കുട്ടി ഉണ്ടായിരുന്നു, അവരോടൊപ്പം ജീവിക്കുകയും അദ്ദേഹം അവർക്കൊരു പുതിയ പ്രതീക്ഷ കൊടുക്കുകയും അവരെ പ്രണയിക്കുകയും ചെയ്തു. അതിന്റെ ഒരു ചെറിയ ത്രെഡിൽ നിന്നാണ് ഈ നോവൽ വികസിക്കുന്നത്. ഈ ഒരു ചെറിയ ത്രെഡ് ഒഴിച്ചാൽ, ചരിത്രത്തിലുള്ള വാൻ ഗോഗിന്റെ ജീവിതത്തിലുള്ള ഈ ത്രെഡ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ എഴുത്തുകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു നോവലാണ്. ഈ പ്രണയ നോവൽ ഇത് ആദ്യത്തെയാണോ? ഇത് എന്റെ ആദ്യത്തെ പ്രണയ നോവൽ. ഞാൻ പ്രണയം ധാരാളം എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് DC ബുക്സ് ഒരു റൊമാൻസ് ഫിക്ഷൻ മത്സരം നടത്തിയിരുന്നു എഴുത്തുകാർക്ക് വേണ്ടി, പുതിയ എഴുത്തുകാരെ കണ്ടെത്താനും സിനിമ എഴുതുന്നവർക്ക് എഴുതാനും വേണ്ടി. അങ്ങനെ ഈ മത്സരത്തിലേക്ക് കോവിഡ് സമയത്താണ്, നമ്മുടെ 1ാമത്തെ കോവിഡ് സമയത്താണ് ഞാൻ ഈ നോവൽ എഴുതി തുടങ്ങുന്നത്. കാരണം കോവിഡ് കാലത്ത് എനിക്ക് എല്ലാ ദിവസവും നമുക്കറിയാമല്ലോ, നമ്മുടെ എല്ലാവരും ലോകമെമ്പാടും ഒരു വല്ലാത്ത വിഭ്രമത്തിലേക്ക് കടന്നുപോയ ഒരു സമയമാണ് കോവിഡ് കാലഘട്ടം. ഈ സമയത്ത് വാൻ ഗോഗ് അപ്രതീക്ഷിതമായി എന്നിലേക്ക് വരികയും അങ്ങനെ കോവിഡ് കാലത്ത് ഓരോ ദിവസവും പ്രതീക്ഷയോടെ എഴുതാൻ കഴിഞ്ഞതുമായ ഒരു നോവലാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പുനർജന്മത്തിന്റെ, എന്റെ തന്നെ എഴുത്തുകാരൻ എന്ന നിലയിൽ എന്റെ തന്നെ പുനർജന്മവും അതോടൊപ്പം തന്നെ വാൻ ഗോഗിനെ വീണ്ടും വായനക്കാരിലേക്ക്, കേരളത്തിലെ വായനക്കാരിലേക്ക്, മലയാളി വായനക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു വിശ്വകലാകാരനെ എത്തിക്കാനുള്ള ഒരു ശ്രമവും കൂടിയായിരുന്നു ഈ നോവൽ എന്ന് പറയാം. അത് ഇത്രയും കൂടുതൽ സ്വീകരിക്കപ്പെട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതെ അതെ. ഈ എഴുത്തിന്റെ വഴിയിലേക്ക് എത്തപ്പെടുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം റേഡിയോ അവതാരകനാണ്. എനിക്ക് തോന്നുന്നു ക്ലബ് എഫ്എമ്മിലുണ്ടായിരുന്നു, ആകാശവാണിയിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മലയാള മിഷൻ എന്ന് പറയുന്ന മലയാള ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാംസ്കാരിക റേഡിയോ ഹെഡാണ്. അതിന്റെ റേഡിയോ മലയാളത്തിന്റെ റേഡിയോ ഹെഡായിട്ട് ജോലി ചെയ്യാണ്. അപ്പം അവിടെ നിന്നും ഈ സാഹിത്യത്തിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാല് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ നെല്ലിക്കാല ഗ്രാമത്തിൽ വെള്ളപ്പാറ എന്ന സ്ഥലത്താണ് എന്റെ സ്വദേശം, എന്റെ ഗ്രാമം അവിടെയാണ്. അപ്പൊ ഈ സമയത്ത് കുട്ടിക്കാലത്തൊക്കെ ഒരിക്കലും നമ്മൾ വളരെ കളർഫുൾ ആയ ഒരു ബാല്യമായിരുന്നു. ഇന്നത്തെ പോലെ ഒരു കുട്ടികൾ മൊബൈലുമായിട്ട് ഇരിക്കുന്ന ഒരു ബാല്യമല്ലായിരുന്നു. നമ്മൾ തുള്ളിച്ചാടി നടക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ കളർഫുൾ ആയ നല്ല രസകരമായ നല്ല പ്രകൃതി ഭംഗി, മലനിരകൾ. എന്റെ വീട് തന്നെ ഒരു 3 മലയുടെ ഇടയ്ക്കിരിക്കുന്ന ഒരു മലയിലാണ് എന്റെ വീട് ഇരിക്കുന്നത്.
അപ്പൊ അത് വീട്ടില് ഞാൻ പലപ്പോഴും എന്റെ കഥകളിലൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട് അത്. അപ്പൊ ഈ സമയത്തൊക്കെ ഞാനൊരു പ്രീ ഡിഗ്രി സമയത്തൊക്കെ ആയപ്പോഴത്തേക്കാണ്, പ്രീ ഡിഗ്രി പഠിച്ച ഒരാളാണ് ഞാൻ. അവസാനത്തെ പ്രീ ഡിഗ്രി, ഇപ്പൊ +2 ആണല്ലോ, അവസാനത്തെ പ്രീ ഡിഗ്രി എനിക്ക് കഴിഞ്ഞിട്ട് ഒരു പ്രീ ഡിഗ്രി ബാച്ചിലർ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് +2 വരുന്നത്. അപ്പൊ ഈ സമയത്ത് ആണ്, പ്രീ ഡിഗ്രി സമയത്താണ് ധാരാളം വായിക്കുമായിരുന്നു ഞാൻ. ഞങ്ങളുടെ ഗ്രാമത്തിൽ വായനശാലയൊന്നും ഇല്ല എങ്കിൽ പോലും ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പുസ്തകം എടുത്ത് വായിക്കുകയും അങ്ങനെ ഇപ്പം നമ്മള് പല എഴുത്തുകാരുടെ, ബഷീർ, MD, M. മുകുന്ദൻ തുടങ്ങിയ OV വിജയൻ തുടങ്ങിയ പല എഴുത്തുകാരെയും വായിക്കുക. ഇതുപോലെയൊക്കെ എനിക്കും എഴുതിയാൽ നമ്മളിലേക്ക് വായനയാണല്ലോ ഒരാളെ എഴുത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ വായനയിൽ നിന്നാണ് ആദ്യത്തെ എഴുത്തുണ്ടാവുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഞാൻ ഡിഗ്രിക്ക്, പ്രീ ഡിഗ്രി കഴിഞ്ഞ്, പ്രീ ഡിഗ്രി കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ എഴുതുന്നുണ്ട്. അത് ചെറിയ ചെറിയ മാഗസിനിലൊക്കെ ചെറുകഥകളിലാണ് തുടക്കം. അപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഇതുപോലെ മുട്ടത്തൂർക്കി കലാലയ കഥ അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കേരളത്തിലെ വിഖ്യാതമായ ഒരു അവാർഡുണ്ട്. മുട്ടത്തൂർക്കി എന്ന എഴുത്തുകാരന്റെ പേരുള്ള അവാർഡാണ്. അതിന് നോവലിന് ഒരു അവാർഡും ചെറുകഥയ്ക്ക് ഒരു അവാർഡും കൊടുക്കും. അതിന് ഞാൻ എന്റെ നകുലൻ കരുണാകരന്റെ പാസ്പോർട്ട് സൈസ് തലയും ഒരു ഫോട്ടോഗ്രാഫറുടെ മുറിയും എന്ന് പറയുന്ന കഥ ക്യാമ്പസിൽ നിന്ന് ഡിഗ്രി 2ാം വർഷം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് അയച്ചു കൊടുത്തു. അതിന് അവാർഡ് കിട്ടി. ചന്ദ്രമതി ടീച്ചറൊക്കെ ഉൾപ്പെടുന്ന, നമ്മുടെ ചന്ദ്രമതി എഴുത്തുകാർ ഉൾപ്പെടുന്നൊക്കെ ഒരു ജഡ്ജസ് ആയിരുന്നു അതിന് മാർക്ക് ഇട്ടത്. അപ്പൊ അതിന് അവാർഡ് കിട്ടുകയും അതിന് നോവലിൽ നിന്ന് അവാർഡ് കിട്ടിയത് പ്രശസ്തനായ എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിനാണ് സ്മാരകശിലകൾ എന്ന നോവലിന് അവാർഡ് കിട്ടി. എനിക്ക് ഈ ചെറുകഥയ്ക്ക് അവാർഡ് കിട്ടി. അപ്പൊ അത് എഴുത്തിലൊരു വലിയ മുന്നോട്ട് പോകുന്ന അവാർഡുകളുടെ ഒരു തുടക്കം അതായിരുന്നു. അതായിരുന്നു തുടക്കം. പിന്നീടാണ് എന്റെ എഴുത്ത് ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച കേരളത്തിലെ പല എഴുത്തുകാരും പല വായനക്കാരും തിരിച്ചറിയാൻ കഴിഞ്ഞ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ വിഷുപ്പതിപ്പില് ഞാൻ MAക്ക് പഠിക്കുമ്പോൾ, MA ഇംഗ്ലീഷിന് പഠിക്കുമ്പോൾ എനിക്ക് കഥയ്ക്ക് 1ാം സമ്മാനം കിട്ടി. തോക്ക് എന്നൊരു ചെറുകഥയ്ക്കാണ്. എനിക്ക് തോന്നുന്നു തോക്കാണ് ഈ ഒരു എഴുത്ത് ജീവിതത്തെ വലിയൊരു വഴിത്തിരിവാണ്. അതൊരു വളരെ ഒരു ടേണിംഗ് ബ്രേക്ക് ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ശ്രദ്ധിച്ചറിയാം, മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർക്കെല്ലാം കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ ഒന്നാണിത്. ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ഈ വിഷുപ്പതിപ്പ് കഥാമത്സരത്തിലെ സമ്മാനം ഇന്നും അത് വലിയ ഒരു ഈ സാഹിത്യ ലോകത്തിൽ സെലിബ്രേറ്റഡ് അവാർഡായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണം NS മാധവൻ, അതുപോലെ തന്നെ S. ഹരീഷ് തുടങ്ങി നിരവധി എഴുത്തുകാർക്ക്, ഐമനും ജോൺ തുടങ്ങി പ്രശസ്തരായ നിരവധി എഴുത്തുകാർക്ക് ഈ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ കണ്ണിയിൽ എനിക്കും 2001 ആണ് ഈ സമ്മാനം, ഈ മാതൃഭൂമിയുടെ ഈ സമ്മാനം കിട്ടുന്നത്. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന MAക്ക് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത്. ഈ ക്യാമ്പസ് കാലത്തെ ആ ഒരു എഴുത്തൊക്കെ എങ്ങനെയാണ്? അത് എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ക്യാമ്പസുകളിൽ ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ കാണുന്ന ഒരാളാണ് ഞാൻ എഴുത്തുകാരൻ എന്ന നിലയിൽ. പക്ഷെ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ആളുകളുടെ താല്പര്യം കുറച്ച് വിഷ്വൽ സെൻട്രിക് ആയല്ലോ. നമ്മൾ ദൃശ്യപരതയാണ്. ഇപ്പം പോസ്റ്റ് ഇടുന്നു, ഫോട്ടോ ഇടുന്നു, റീൽസ് ഇടുന്നു. പക്ഷെ അന്ന് ഞാൻ പഠിച്ചത് ക്യാമ്പസ് കാലം ഞാൻ 98 തൊട്ട് ഒരു 2002, 2003 വരെയാണ്. 2003 ഞാൻ ജേർണലിസം തിരുവനന്തപുരത്ത് പഠിക്കുന്നത്. ഈ സമയത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്നും നമുക്ക് അങ്ങനെ അത്ര വന്നിട്ടില്ല. അത് വന്നിട്ടേ ഇല്ല. ഓർക്കുട്ടൊക്കെ പിന്നീടാണ് വരുന്നത്. ഓർക്കുട്ടാണല്ലോ അതിന്റെ തുടക്കം. അപ്പം ഈ സമയത്ത് ക്യാമ്പസിലൊക്കെ നിറയെ വായനയുണ്ടായിരുന്നു. എഴുത്തുകാരാവാൻ വേണ്ടി കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഈ സാഹിത്യോത്സവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഞാനൊരു പത്തനംതിട്ടയിലെ റിലേറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, അറിയാമല്ലോ. അപ്പൊ അവിടെയും നമ്മൾ ഇതുപോലെ എഴുതാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാര്, ഒരുപറ്റം സ്റ്റുഡൻസ് നമ്മൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെയൊക്കെ സംസാരിക്കുക, അങ്ങനെ നമ്മൾ എഴുതി തുടങ്ങുകയൊക്കെ ചെയ്തപ്പം അവിടെയാണ് ഈ ക്യാമ്പസ് വളരെ വൈബ്രന്റ് ആയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ വളരെ വൈബ്രന്റ് ആയ സാഹിത്യം ചിന്തിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഇന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകര്, അതോടൊപ്പം തന്നെ എഴുത്തുകാര്, വിവിധ മേഖല പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ആ കാലഘട്ടത്തിലുള്ള ഒരു ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, അന്ന് എനിക്ക് തോന്നുന്നു എഴുത്തുകാര് ക്യാമ്പസിൽ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലം. ഉറപ്പായിട്ടും ഇന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇത് ഈ മാറ്റം കാലഘട്ടത്തിന്റെ മാറ്റമാണ്. ആ മാറ്റത്തെ ഒരിക്കലും ഞാൻ അതിനെ നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളല്ല. കാരണം സോഷ്യൽ മീഡിയയെ വലിയ ഇതിനോട് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം അതൊരു വലിയ സാധ്യതയാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വിഷ്വൽ സെൻട്രിക് ആയി നമ്മുടെ നറേഷനും നമ്മുടെ ചിന്തകളും എല്ലാം ദൃശ്യപരതയിലേക്ക് മനുഷ്യനെത്തി. ഈ ടെക്സ്റ്റ് എന്നുള്ള സാധനം, ഈ വായിക്കുക, വളരെ അതിപ്പോ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം വളരെ ട്രെൻഡായിട്ട് അത് തിരിച്ചു വരുന്നുണ്ട്. വായന തിരിച്ചു വരുന്നു. ഇപ്പം തന്നെ 2 ചെറുപ്പക്കാരുടെ പുസ്തകം വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പം റാം കെയർ ഓഫ് ആനന്ദി ആയാലും, ഇപ്പം നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടുള്ള പുസ്തകം, ഇത്തരം നോവലുകളൊക്കെ വീണ്ടും ഈ ഇൻസ്റ്റാഗ്രാം തലമുറയെ എഴുത്തിലേക്കും വായനയിലേക്കും തിരിച്ചുകൊണ്ടിരുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ട് കാണുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. ഈ പുതിയ തലമുറയിലെ എഴുത്തുകാരെ കുറിച്ച് ഞാൻ സാർ തന്നെ സൂചിപ്പിച്ചല്ലോ, ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഈ 2 ബുക്കുകളും വായിച്ചപ്പോൾ ഉണ്ടായ പുതിയ അനുഭവം എന്താണ്? തീർച്ചയായിട്ടും ഇത് എനിക്ക് തോന്നുന്നത് വളരെ പോസിറ്റീവായ ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് ലോകമെമ്പാടും ഈ പബ്ലിഷിംഗില് അല്ലെങ്കിൽ പ്രസാധന രംഗത്ത് സമാന്തരമായ ആളുകൾക്ക് നമുക്കറിയാലോ ചോയ്സ് ആണ്
നമ്മുടെ തെരഞ്ഞെടുപ്പിന് ഒരുപാട് അവസരങ്ങളുണ്ട്. പണ്ടൊരു കാലത്ത് ഇത് മാത്രമാണ് സാഹിത്യം എന്ന് പറഞ്ഞ് കള്ളിയിട്ട് വെക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ഇത് വായനാസുഖം പകരുന്ന, ഇന്ന് നമുക്കറിയാം അമേരിക്കൻ ലിറ്ററേച്ചറിൽ കൊള്ളിൻ ഹൂവർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട്. ഈ എഴുത്തുകാരുടെ ടോപ്പ് ചാർട്ടിൽ അവരുടെ 10 പുസ്തകമാണ് ടോപ്പ് ചാർട്ടിൽ വന്നത്. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അവരുടെ 10 പുസ്തകം. അതിനെ അതിശയിപ്പിച്ചാണ് ഒരു കാര്യം. കാരണം അവര് എന്നാൽ ഒരു ക്ലാസിക് റൈറ്റർ അല്ല, അവര് ജനപ്രിയ എഴുത്തുകാരിയാണ്. അതുപോലെ ജനപ്രിയ സാഹിത്യവും നല്ല ക്ലാസിക് കണ്ടന്റ് ഉള്ള വളരെ മൂല്യവത്തായ സാഹിത്യവും നമുക്ക് വേണം. ഇപ്പൊ നമുക്ക് ആടുജീവിതവും വേണം, പുഷ്പ 2 വേണം, പുഷ്പ സിനിമ വേണം, അത് 2 ചോയ്സ് ആണ്. അപ്പൊ അതുപോലെ ഇവിടെ വായനക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരം പുസ്തകങ്ങൾ, ഈ ചെറുപ്പക്കാരുടെ പുസ്തകങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം. കാരണം നമ്മൾക്കറിയാം, ഇപ്പൊ ഹാരി പോട്ടർ എന്ന് പറയുന്ന നോവൽ വന്നപ്പോൾ ലോകം മുഴുവൻ പുസ്തകശാലകളിലേക്ക് പോയി ക്യൂ നിന്നു. അതുപോലെ തന്നെ ഈ പുസ്തകശാലയിലേക്ക് ഈ പുസ്തകം നിരക്ക് ആളുകൾ വരുന്നു, പുതിയ കുട്ടികൾ ഈ പുസ്തകം വായിക്കുന്നു, വായന മറന്നുപോയൊരു തലമുറ വീണ്ടും വായിക്കുന്നു. ഇതൊക്കെ വലിയ വിപ്ലവമാണ്. അതിനെ വളരെ പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ചും ഇവരുടെ രണ്ടുപേരുടെയും, നമ്മുടെ അഖിൽ പി ധർമ്മജന്റെയും ഈ നിമ്ന വിജയ് എന്ന് പറയുന്ന കുട്ടിയുടെയും പുസ്തകത്തെ വളരെ ആഹ്ലാദപൂർവ്വം, 2 പുസ്തകം ഞാൻ വായിച്ചതാണ്, വായിച്ചുകൊണ്ടിരിക്കുന്ന പല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഇവരുടെ ഞാനതിനെ പറ്റി പോസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു. അവരുടെ എഴുത്തിന്റെ ശൈലിയെ സാർ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഈ ന്യൂ ജനറേഷൻ കൂടുതലായിട്ട് അല്ല, അത് തന്നെ ഞാൻ പറയാം. ഇപ്പം റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന നോവൽ അഖിൽ പറയുന്നത് ഇതൊരു സിനിമാറ്റിക് നോവലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖത്തിൽ തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഇത് കാണാൻ കഴിയുന്ന പുതിയ കാലത്തെ പ്രതിസന്ധികളെ ഞാൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ അഭിമുഖീകരിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കാരണം 30 വയസ്സിന് താഴെയുള്ള വായിക്കുന്ന നമ്മുടെ മലയാളികളായ കുട്ടികളെ പലപ്പോഴും, മലയാളി വായനക്കാരെ നമ്മുടെ എഴുത്തുകാർ അഡ്രസ് ചെയ്യുന്നില്ല. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിനെ കൃത്യമായിട്ട് ഈ 2 എഴുത്തുകാർ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇവർ മാത്രമല്ല, പുതിയ എഴുത്തുകാർ ഇതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രണയ തകർച്ച, അവരുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ, അവർ മറുനാട്ടിൽ പോയി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, അവരുടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം, മാറിമറിഞ്ഞൊരു കാലഘട്ടത്തെ, പ്രത്യേകിച്ചും ഒരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവോട് നമുക്ക് തന്നെ അറിയാം കുടുംബ ബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യുന്ന വ്യക്തികളിലുണ്ടായ മാറ്റങ്ങൾ. വ്യക്തികൾ സ്വയം ഇപ്പൊ വലിയ അലിനേഷൻ, വലിയ അന്യമതിക്കരണം അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പരസ്പരം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ അഡ്രസ് ചെയ്യാനുള്ളതാണ്. പക്ഷെ നമ്മുടെ മഹത്തായ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അഡ്രസ് ചെയ്യാതെ ഒരു സൈഡ് മാറിയിരിക്കുക. അവർ വേറെ ഏതോ കാലഘട്ടത്തെ സാഹിത്യം എഴുതുന്നു. പുതിയ കാലത്തിന് പുതിയ വായനയും വേണം. വളരെ സത്യമാണ്. ഇപ്പൊ ഞാൻ പറയില്ലേ, കൊളീൻ ഹൂവർ എന്ന് പറയുന്ന എഴുത്തുകാർ, ഇന്ന് നിങ്ങൾക്ക് അറിയാം, ഈ പഴയ പുസ്തക തെരുവുകളിലാണ് വായനയുടെ ഏറ്റവും വലിയൊരു ഒരു ചലനം നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു പുസ്തകം വിജയിക്കുന്ന, സാക്ഷാൽ ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പുസ്തകം പഴയ പുസ്തക തെരുവുകൾ വിൽപ്പനയ്ക്ക് വന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വിജയിച്ച എഴുത്തുകാരനായി എന്നാണ്. അപ്പൊ നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള പഴയ പുസ്തക തെരുവുകൾ പോയി നമുക്ക് കാണാം കൊളിൻ ഹൂവർ എന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഇന്ന് അട്ടിക്ക് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ ഞാൻ അവരുടെ വലിയ വായനക്കാരനാണ്. അപ്പം കാരണം അത് അത്ര വായനയും അങ്ങനെയുള്ള വായനയും ആൾക്ക് ആവശ്യമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് മലയാളത്തിലും ഇങ്ങനെയുള്ള ഈ മാറ്റങ്ങൾ വളരെ നല്ലതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ ഒരു സൈഡില് വല്ലാതൊരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു അറ്റാക്ക് കൂടി അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ നേരിടുന്നുണ്ട്. ഇതിനെ സ്വീകരിക്കാൻ കഴിയാത്തവരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരം ബുള്ളിങ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരാൾ വിജയിക്കുമ്പോൾ ഉണ്ടാവുന്ന മനുഷ്യ സഹജമായ ജലസി, അസൂയ. ഇപ്പം ഈ അഖിൽ പി ധർമ്മജൻ ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ ഇതേ ജാനറിലായിരുന്നു നമുക്ക് ചേതൻ ഭഗത്തിനെയും രവീന്ദ്ര സിംഗിനെയൊക്കെ കാണാൻ കഴിയുന്നത്. ഇവരൊക്കെ സാഹിത്യത്തിന്റെ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന പല വായനക്കാരും. തീർച്ചയായിട്ടും ചേതൻ ഭഗത് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയ സംഭാവന എത്ര വലുതാണ്. അദ്ദേഹം ഇന്ത്യൻ പബ്ലിഷിംഗിന് നൽകിയ സംഭാവന എത്ര വലുതാണ്. അദ്ദേഹത്തിന്റെ കഥകൾ ഞാൻ വായിച്ചതാണ്. ഞാൻ ചേതൻ ഭഗത്തിന്റെ വലിയൊരു വായനക്കാരനാണ്. അപ്പൊ 2 സ്റ്റേറ്റ്സ് ആയാലും ഒക്കെ നോവലുകൾ ഇപ്പൊ അവസാനം എഴുതിയ ആ നോവൽ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, ഞാനത് മറന്നുപോയി. അപ്പൊ ഇദ്ദേഹത്തിന്റെ പല നോവലുകളും ഞാൻ വായിച്ചതാണ്. അതിലൊക്കെ രസകരമായ കണ്ടന്റ് ഉണ്ട്. അതൊരു IT ജനറേഷന്, IT തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഒരു നഗര കേന്ദ്രീകൃതമായ വായനക്കാർക്ക്. വായനക്കാർ പലതരം ഉണ്ടല്ലോ. സിറ്റി സെൻട്രിക് ആയ നിങ്ങളിപ്പോ നമ്മുടെ വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്കും നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ അഡ്രസ് ചെയ്യാറുണ്ട്. എന്ന് പറയുന്ന പോലെ നഗര കേന്ദ്രീകൃത വായന, അർബൻ ജനറേഷനെ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്ത് എഴുത്തുകാരൻ ഇപ്പൊ അമീഷ് ത്രിപാഠി. അമീഷ് എഴുതുന്ന പുരാണമാണ്, പുരാണത്തിലെ കഥകളാണ് എഴുതുന്നത്. അപ്പൊ ആനന്ദ് നീലകണ്ഠൻ, ഇവരൊക്കെ എഴുതുന്ന പുരാണമാണ്. പുരാണം പോലും എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടന്റ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന എഴുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യത്യസ്തതകളാണ് പുതിയ എഴുത്തുകാരുടെ ചലഞ്ചും സാധ്യതയും. വ്യത്യസ്തമായ വായനക്കാരെ നമ്മൾ ഓരോ കാര്യം ആലോചിച്ച് നോക്കിയാൽ 3 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. ഈ 3 കോടി ജനങ്ങളിൽ ഏറ്റവും വിജയിച്ച നോവൽ പോലും വിറ്റുപോകുന്ന 2 ലക്ഷമാണ്. അപ്പം എത്ര മൈന്യൂട്ടാണ് വായനക്കാരെന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. ഇതിന് പുറത്തൊരു വലിയ സമൂഹം കിടക്കുകയാണ്. ഈ 2 കോടി 98 ലക്ഷം പേര് പുറത്താണ്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ പുറത്തുള്ള എഴുത്തുകാരെ
അല്ല സോറി പുറത്തുള്ള വായനക്കാരെ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എഴുത്തുകാരന്റെ ധർമ്മം. അതിൽ ഈ ഇത്തരം ഈ വളരെ ജനപ്രിയമായ വായനയ്ക്ക് സഹായിക്കുന്നുണ്ട്. അവര് ഇപ്പം ജനപ്രിയ നോവലുകൾ വായിച്ചു വരുന്ന ഒരാൾ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരു നോവലിലേക്ക് അവർ എത്തിപ്പെടാം. ഈ പുതിയ തലമുറ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഈ എഴുത്തുകാരൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒരു അല്പസമയം എടുത്തിട്ടായിരിക്കും ഇപ്പോ ആളുകൾ വായിക്കുന്നത്, വായിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ. അപ്പം അവർക്ക് പെട്ടെന്ന് അത്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം. തീർച്ചയായിട്ടും. അല്ല ഇതിന്റെ നോവല് തന്നെ നമുക്കറിയാം. ഇപ്പം ഞാനൊരു ലോക സാഹിത്യം ധാരാളം വായിക്കുന്ന ഒരാളാണ്. കാരണം മറ്റു രാജ്യങ്ങളെ പബ്ലിഷിങ്ങിനെ വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരാളാണ്. ഈ രീതിയിൽ നോക്കുമ്പോൾ ബീച്ച് നോവൽ എന്നൊരു കാറ്റഗറി ഉണ്ട്, എയർപോർട്ട് നോവൽ എന്നൊരു കാറ്റഗറി ഉണ്ട്. എയർപോർട്ടിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ 2 മണിക്കൂർ കൊണ്ട്, ഇത് പലരും മലയാളത്തിലെ നിരൂപകർ ഇതിനെ ട്രാഷ് എന്ന് വിളിക്കാം, പക്ഷെ ഇത് 2 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് എൻജോയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അയാളുടെ എന്തായാലും റിട്ടേൺ വേർഡല്ലേ, അക്ഷരങ്ങളിലേക്കല്ലേ ഒരാൾ പോകുന്നത്. അതിനെ അത് വളരെ പോസിറ്റീവായ കാര്യമല്ലേ. കാരണം ഇത്തരം നോവലുകൾ എഴുതുന്ന ധാരാളം, ഇപ്പം സിഡ്നി ഷെൽഡന്റെ നോവലുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം ധാരാളം നോവലുകൾ ഇപ്പം ഇങ്ങനെ നമ്മൾ 1 മണിക്കൂറത്തെ വായന കൊണ്ട് തീർന്നു പോകുന്ന, അപ്പൊ ഒരാൾക്കൊരു വായിച്ചതിന്റെ ഫീലിംഗ് കിട്ടും, ഒരു പുസ്തകം തീർത്തു എന്നൊരു ആശ്വാസം കിട്ടും. അതൊരു വല്ലാത്ത ആത്മസംതൃപ്തിയാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പം സാറിന്റെ ഒരു കീ എന്ന് പറയുന്നതും ഈ സിമ്പിൾ ലാംഗ്വേജ് ആണ്. മനഃപൂർവ്വമായി ചൂസ് ചെയ്തതാണോ? ഞാൻ ഒരു കാലത്ത് ഇതുപോലെ, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരു കാലത്ത് ഞാൻ ഈ സാഹിത്യത്തിലെ ദുരൂഹമേറിയ പദങ്ങളും വാക്കുകളും ഉപയോഗിച്ച് ഞാൻ എഴുതി തുടങ്ങിയ കാലത്തൊക്കെ, അത് നമ്മുടെ മുന്നിലുള്ള മാതൃക എന്നുള്ളത് ഒ വി വിജയൻ, എം മുകുന്ദൻ തുടങ്ങിയ വലിയ എഴുത്തുകാരാണ്. അവരൊക്കെ വലിയ, ഇപ്പം അതിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പം പിന്നീടാണ് ഞാൻ എം ഡി സാറിനെ, നമ്മുടെ ഏറ്റവും വലിയ എഴുത്തുകാരനെ എം ഡി വാസുദേവൻ സാറിനെ, നായർ സാറിനെ നമ്മൾ അഡ്രസ് നേരത്തെ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷ നോക്കൂ, എത്ര ലളിതമാണ്, എത്ര സിമ്പിളായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വലിയ മഹാലോകങ്ങൾ എം ഡി വാസുദേവൻ നായർ ഉണ്ടാക്കിയത്, എം ഡി സാർ ഉണ്ടാക്കിയത് ഈ ഒരു ലളിതമായ ഭാഷ വെച്ചാണ്. എനിക്ക് തോന്നുന്ന കഥയാണ് ഏറ്റവും വലുത് ഭാഷയേക്കാൾ. കാരണം കഥയാണ് നിങ്ങൾക്ക് പറയാനുള്ള കമ്പല്ലിംഗ് സ്റ്റോറി. നിങ്ങൾക്ക് പറയാൻ ആർക്കും പറ്റാത്തൊരു കഥയുണ്ടെങ്കിൽ കഥയ്ക്കകത്താണ് കാര്യമുള്ളത്. ഭാഷ വെറും ആടയാഭരണം മാത്രമാണ്. നമ്മൾ ഇടുന്ന ഡ്രസ്സോ നമ്മുടെ മേക്കപ്പോ ഒക്കെ പോലെ, പക്ഷെ നമ്മുടെ കണ്ടന്റ് ഉള്ളിലാണ്. ഞാൻ ഈ സീരിയസ് ലിറ്ററേച്ചർ ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗത്ത് നിൽക്കാനാണ് ജനപ്രിയ സാഹിത്യം. അപ്പൊ ഇതിലെനിക്കൊന്ന് ഈ വാൻഗോഗിന്റെ കാമുകി മാത്രമാണ് എന്റെ നോവലുകളിൽ ഇപ്പം ഈ 4ാം പതിപ്പായി അത്ര എത്തി നിൽക്കുന്നത്. അപ്പൊ ഞാനും ഈ നല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ വായനക്കാരുടെ കാര്യം പറഞ്ഞ പോലെ, നമ്മൾ ഇതിന്റെ എഴുത്തിന്റെ വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്റെ എഴുത്ത്, ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ സോൾഫുൾ ആയ, വളരെ ഡീപ്പായിട്ടുള്ള കണ്ടന്റ് ആണ് എന്നുള്ള, ഡീപ്പായ കാര്യങ്ങളാണ്, കഥകളാണ്, നോവലുകളാണെന്നുള്ളതാണ്. ഈ വാൻഗോഗിന്റെ കാമുകി ഈ 4ാം പതിപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ താങ്കൾക്ക് തരുന്ന ഒരു പ്രചോദനം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഈ മത്സരത്തിന്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു DC ബുക്സിന്റെ റൊമാൻസ് ഫിക്ഷൻ മത്സരത്തിന്റെ ഭാഗമായി അവർ തിരഞ്ഞെടുത്തൊരു പുസ്തകമാണ്. അപ്പൊ ഈ ഒരു പുസ്തകത്തിലേക്ക് വരുമ്പം, എഴുതി ഇത് അയക്കുമ്പം എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. എഴുതി ഇത് അയച്ചു. ഞാൻ പറഞ്ഞില്ലേ, കോവിഡ് കാലത്ത് നമ്മൾ ഓരോ ദിവസത്തെയും കടത്തിവിടാൻ വേണ്ടി, നമ്മൾ ലോകം വല്ലാത്ത നിരാശയിലേക്ക് പോയൊരു കാലമാണ്. ഓരോ ദിവസത്തെയും കടത്തിവിടാൻ വേണ്ടി ഞാൻ എഴുതിയൊരു പ്രവർത്തനമായിരുന്നു ഈ നോവൽ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷ ഈ നോവൽ തന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പം എനിക്ക് എല്ലാ ദിവസവും ഒരാളെങ്കിലും ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന്, ഇന്ത്യക്കുള്ളിൽ നിന്നൊക്കെ എനിക്കൊരു പോസ്റ്റ് അയച്ചു തരാറുണ്ട്. അവർ ആ ഫോട്ടോ, ഇപ്പൊ ഈ പുസ്തകമായിരിക്കുന്ന ഫോട്ടോയോ അവരത് വായിച്ചതിന്റെ കുറിപ്പുകളോ, ധാരാളം പേര് അവർ വോളണ്ടറി ആയിട്ട് തന്നെ, അവർ സ്വയം തന്നെ ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ അവർ റീൽസ് ഇടുന്നു, അവർ ഇതിനെപ്പറ്റി എഴുതുന്നു, ടാഗ് ചെയ്യുന്നു. അതൊരു വലിയ സന്തോഷമല്ലേ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വളരെ പുൽകുന്ന ഒരാളാണ് ഞാൻ. കാരണം സോഷ്യൽ മീഡിയ നമുക്ക് തരുന്ന ഒരു ജനാധിപത്യ ഇടമാണല്ലോ. ആർക്കും എഴുതാതിൽ അതിൽ നിങ്ങളെ ഒരു എഡിറ്ററും തടയില്ല, ഒരു ആളും അവസരം തരാതിരിക്കുന്നില്ല. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഈ പുസ്തകത്തിന്റെ വിജയത്തിന് ഒരു സഹായിച്ചിട്ടുള്ളതാണ് വാസ്തവം. അതെ, ഈ എഴുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ള ആളല്ല എന്ന് നമുക്കറിയാം. നമ്മൾ തുടക്കത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു സാറിന്റെ പ്രൊഫഷൻ എന്താണെന്നുള്ളത്. അപ്പം ഈ എഴുതാൻ വേണ്ടി എഴുതാറുണ്ടോ, അതോ മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെ തട്ടുമ്പോഴാണോ എഴുതുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം എന്ന് വെച്ചാൽ രണ്ടുതരം എഴുത്തുകാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടുതരം എഴുത്തുകാർ, ഞാനൊരു കാലഘട്ടത്തിൽ റൈറ്റേഴ്സ് ബ്ലോക്കിൽ പെട്ട ഒരാളാണ്. 10 വർഷത്തോളം ഒരു റൈറ്റ്, എനിക്കൊന്നും എഴുതാൻ പറ്റാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാലത്ത് വിചാരിച്ചിരുന്നത് എഴുത്തെന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്നൊരു പ്രചോദനം വരുമ്പം മാത്രം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ പല ആളുകളെയും, പല ലോകത്തിലെ പല പ്രധാനപ്പെട്ട എഴുത്തുകാരെയും വായിക്കുമ്പോൾ അവരുടെ, ഞാനിപ്പം എഴുത്തുകാരുടെ എഴുത്തിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ധാരാളം വായിക്കാറുണ്ട്.
ഞാൻ ഒരു കോളം ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ, സർഗവിചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഓ, അത് ശരി. അപ്പൊ അതിനുവേണ്ടി ധാരാളം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പൊ ഈ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഇത് നമ്മുടെ ഒരു ഡെയിലി ആക്ടിവിറ്റി ആയിട്ട് ദിവസവും എഴുതാൻ ശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു പ്രധാന എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദിവസവും എഴുതണം. ദിവസവും നമ്മൾ പോയി നമ്മുടെ എഴുത്തുമേശയെ അഭിമുഖീകരിച്ച് നമ്മൾ ദിവസവും ഒരു എഴുത്തുകാരി, ഇപ്പൊ ഞാൻ വായിച്ചത് ആൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി പറഞ്ഞേക്കുന്ന ബേർഡ് ബൈ ബേർഡ് എന്നാണ് അവരുടെ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിലൂടെ അവരുടെ ഫുൾ നെയിം ഞാൻ മറന്നുപോയി. അവരുടെ ആ അവർ പറയുന്നത്, നിങ്ങൾ ഡെയിലി നിങ്ങളുടെ നോട്ട് പുസ്തകമായിട്ട് അവിടെ പോയിരിക്കുക, അല്ലെങ്കിൽ പേപ്പറുമായി അല്ലെങ്കിൽ ലാപ്ടോപ്പുമായി നിങ്ങൾ എഴുത്തുപകരണമായി നിങ്ങളുടെ മേശയിൽ പോയിരിക്കുക. നിങ്ങൾ ഒന്നും എഴുതണ്ട, വെറുതെ നിങ്ങൾ ഒരു അരമണിക്കൂർ ഇരിക്കുക. നിങ്ങൾ 2-ാം ദിവസം ഇരുന്നു, ഒന്നും വന്നില്ല. 3-ാം ദിവസം ഇരിക്കുന്നു, ഒന്നും എഴുതാൻ പറ്റുന്നില്ല. നിങ്ങളൊരു 5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എഴുതും എന്നുള്ളതാണ് അവർ പറയുന്നത്, ഒരു ടിപ്പായിട്ട് പറയുന്നത്. ഈ ടിപ്പ് എനിക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും ഇന്ന് എഴുതാൻ ശ്രമിക്കുന്ന എഴുത്തുകാരനാണ് ഞാൻ. ചിലപ്പോൾ അത് പരാജയപ്പെടാം, ചിലപ്പോൾ വിജയിക്കാം. നമ്മൾ എന്നും എഴുതുന്നത് പ്രസിദ്ധീകരിക്കണമെന്നില്ല. ഇത് നമ്മുടെ ഒരു ഡെയിലി ആക്ടിവിറ്റിയാണ്. ഇപ്പൊ നമ്മൾ പഠിത്തം, നമ്മൾ ശരീരം നന്നാക്കാൻ വേണ്ടി നമ്മൾ രാവിലെ എല്ലാവരും നടക്കാൻ പോകുന്നു, നമ്മൾ ഈ മാനവീയ രീതി ഇരിക്കുന്നു, നമ്മൾ കാണുന്നുണ്ട്. അതൊരു ആക്ടിവിറ്റിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ആരോഗ്യത്തിലേക്ക് വരുന്നില്ലല്ലോ. പക്ഷെ അവർ ഗ്രാജുവൽ ആയിട്ട് പോകെ പോകെ അവരുടെ ഇതൊരു ഹാബിറ്റായി മാറുന്നു. നമ്മുടെ എഴുത്തൊരു വളരെ ഹാബിറ്റായി മാറേണ്ട ഹാബിച്വൽ ഒരു പ്രോസസ്സാണ്. അങ്ങനെ മാറണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ 10 വർഷത്തോളം അതിനുള്ളിൽ അകപ്പെട്ടു പോവുകയാണ്. ആ സമയത്ത് വല്ലാത്ത നിരാശ തോന്നിയിരുന്നു. ഭയങ്കര നിരാശയായിരുന്നു. നമ്മൾ ഈ പറയത്തില്ലേ, ഈ സിനിമയിൽ നിന്ന് ഔട്ട് ആവുന്നവരെ സിനിമ കാണാൻ പോവില്ല എന്ന് പറയും. ഈ പാട്ടുകാരൻ പാട്ട് പാടാൻ ആഗ്രഹിച്ച ആള് ഇങ്ങനെയുള്ള പാട്ടുകാരെ കാണാൻ പോവില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതുപോലെ ആ സമയത്ത് ഭയങ്കര നിരാശയായിരുന്നു. എനിക്കൊരു സുപ്രഭാതത്തിൽ എന്റെ എഴുത്ത് വറ്റിപ്പോവുകയായിരുന്നു. സ്വയം ഒരു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെ ആയിരിക്കും ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ലിറ്റററി ക്രിട്ടിക് ആയിട്ടുള്ള സാഹിത്യഭാരബലം എഴുതുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ കോളത്തിൽ എന്റെ 4 തവണ എന്റെ പേര് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ് ഞാൻ. എല്ലാവരും വലിയ ഇതായിട്ട് സാഹിത്യ ലോകത്ത് വലിയൊരു മെറിറ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള സമയത്താണ് ഞാൻ എന്റെ ഈ എഴുത്ത് ബ്ലോക്കിലേക്ക് ഞാൻ വന്നത്. അത് കുറെ വ്യക്തിപരമായ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് വരുമ്പം ആ സമയത്ത് എനിക്ക് എഴുത്തിന്റെ ഒരു വലിയൊരു തലമുറ വന്നു. അന്നേരത്തേക്ക് തന്നെ ഞാൻ എഴുതാതിരുന്ന സമയത്ത് പുതിയൊരു തലമുറ, നമ്മൾ ഇവിടെ നിന്ന് പോയാൽ മറ്റുള്ള മുന്നിൽ നടന്നു പോവില്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു തലമുറ വന്നു. പിന്നീട് ആ സമയത്ത് ഞാൻ ധാരാളം വായിച്ചു എന്നുള്ളതാണ് ആ ഒരു വാസ്തവം. ഞാൻ ഒരു വരി പോലും 10 വർഷം എഴുതിയില്ല. ഞാൻ ആ സമയത്ത് വായനയായിരുന്നു, ധാരാളം അന്തം വിട്ട വായന എന്ന് പറയുന്ന പോലെ എന്റെ പുസ്തകങ്ങൾ വായിക്കുകയും അങ്ങനെയാണ്. ആ സമയത്താണ് വായനയുടെ ഒരു വലിയ ബാങ്ക്, നമ്മുടെ ഒരു ഡിപ്പോസിറ്റ് ആണ് വായനയുടെ ആ വലിയ ബാങ്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടത് ആ ഒരു പീരീഡിലാണ്. തീർച്ചയായിട്ടും. അപ്പം ഈ എഴുത്തുകാരില് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ എപ്പോഴും വായിക്കുന്ന ഒരാൾ ആരായിരിക്കും? നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ഞാൻ MD സാറിനെയാണ്, MD വാസുദേവൻ നായർ സാറിനെയാണ് ഇപ്പം തീർച്ചയായിട്ടും എപ്പോഴും ഞാൻ നേരത്തേക്ക് വേറെ പലരുമായിരുന്നു എന്റെ മുന്നിലുണ്ടായിരുന്ന ആളുകൾ. MD സാറ് ഞാൻ പറഞ്ഞില്ലേ, MDയോടൊപ്പം 2 ദിവസം എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വാഗമൺ കുട്ടിക്കാലത്ത് നമ്മുടെ പല എഴുത്തുകാരും, ഇപ്പോഴത്തെ പുതിയ പല എഴുത്തുകാരും അതില് ചെറുപ്പകാലത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന സമയത്താണ്. കുട്ടിക്കാനം വാഗമണ്ണി വെച്ചായിരുന്നു ഭാഷാഭൂഷണി സംഘടിപ്പിച്ച ക്യാമ്പായിരുന്നു. കഥയിലൂടെയാണ് നമ്മൾ കഥ അയച്ചു കൊടുക്കണം. ഭാഷാഭൂഷണിക്ക് നമ്മൾ കഥ അയച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ കോഴഞ്ചേരി സെന്റ് തോമസിൽ നിന്ന് ഞാൻ കഥ അയച്ചു കൊടുത്തു, എന്നെ സെലക്ട് ചെയ്തു. അപ്പൊ അവിടെ ആ ക്യാമ്പില് MD സാറ് സ്വന്തം ശബ്ദത്തില് അദ്ദേഹം എന്റെ കഥ വായിച്ചു. അത് വലിയൊരു അംഗീകാരമായിരുന്നു. സാക്ഷാൽ MD വാസുദേവൻ നായർ വായിക്കുകയാണ് നമ്മുടെ കഥ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ. അദ്ദേഹം എന്നിട്ട് എന്റെ കഥയെ പറ്റി കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അത് വലിയ പ്രചോദനമായി മാറി. എനിക്ക് പിന്നീട് ഞാൻ നമ്മുടെ നിഷേധത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, റിബല്യസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ നിഷേധ സാഹിത്യമൊക്കെയാണല്ലോ വായിച്ചു കൂട്ടുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പിന്നീട് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അവരുടെ സത്യങ്ങൾ. MD വാസുദേവൻ നായർ അല്ലെങ്കിൽ തകഴി, ഞാൻ തകഴിയെ ധാരാളം വായിക്കുന്നുണ്ട്, MD വാസുദേവൻ നായർ സാറിനെ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ അവരുടെ കൃതികൾ ഭയങ്കര പ്രചോദനമാണ്. അദ്ദേഹത്തിന്റെ ഒരു പാരഗ്രാഫിൽ പോലെ ലൈറ്റ് ഉണ്ട്, ധാരാളം പ്രകാശം. പണ്ട് നമ്മളൊരു ഡാർക്കായിട്ടുള്ള ഒരു സാഹിത്യമാണ് ഞാൻ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ധാരാളം ലൈറ്റുള്ള MD അതിൽ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളറിയാമല്ലോ, ഏത് മരുഭൂമിയിൽ ഒരു പുൽക്കൊടി ആണ് പ്രതീക്ഷ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രകാശമുണ്ട് ധാരാളം. MD വാസുദേവൻ നായരുടെ അദ്ദേഹത്തെയാണ് ഞാൻ ഇപ്പം പുതിയ വായനക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും? പുതിയ വായനക്കാർക്ക് ഉറപ്പായിട്ടും ഒന്നും വായിക്കാത്തവർ ഈ പറഞ്ഞ പോലെ ജനപ്രിയ സാഹിത്യം, ഇപ്പം നമ്മൾ പറഞ്ഞ പേരുകളുണ്ടല്ലോ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ച് അവർക്ക് വായനയിലേക്ക് വരാം. പിന്നീട് അവർക്ക് സീരിയസ് ആയ പുസ്തകങ്ങൾ, മലയാളത്തിലെ
മലയാളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞെന്ന് പറഞ്ഞ മറ്റെഴുത്തുകാരൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്നല്ല, അല്ല. അവരെയൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ നമ്മളെ ഏറ്റവും സ്വാധീനിക്കുന്ന എഴുത്തുകാരിലേക്ക് എനിക്ക് തോന്നുന്നു അവര് ഇപ്പൊ ഒരു നീർച്ചാൽ അതിന്റെ വഴി കണ്ടെത്തുന്ന പോലെ ഈ വായനക്കാര്, തുടങ്ങുന്ന വായനക്കാർ അവരിലേക്ക് കണ്ടെത്തും എന്നുള്ളതാണ് വാസ്തവം. ഈ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. ഈ മലയാള സാഹിത്യത്തിലാണ് കൂടുതൽ എഴുത്ത് നടന്നിട്ടുള്ളത്. അതെ, ഇപ്പൊ എന്റെ ഒരു കഥ കന്നഡത്തിൽ വരുന്നുണ്ട്. കന്നഡത്തിൽ ഈ ഭാഷയുമായിട്ടുള്ള ഈ പരിചയം എങ്ങനെയാണ്? ഇത്രയും വ്യത്യസ്തമായ ഇത് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. കന്നഡത്തിലെ ഇപ്പൊ ഒരു കഥ, അത് അദ്ദേഹത്തിന് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആളാണ്. എന്റെ ഒരു കഥ ഓതേഴ്സ് കോപ്പി എന്നൊരു കഥയുണ്ടായിരുന്നു. കഴിഞ്ഞിടയ്ക്ക് ഈ എഴുത്തുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു പബ്ലിഷിംഗുമായി ബന്ധപ്പെട്ട്. അത് ഗ്രന്ഥാലോകത്തിൽ ആ കഥ വലിയ ചർച്ചയാവുകയും ആ കഥ അദ്ദേഹം ഗംഗാരൻ സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബാംഗ്ലൂരിലാണ്. അദ്ദേഹം ഈ കഥ കന്നഡ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നു. ടാറ്റു എന്ന് പറയുന്ന എന്റെ ആദ്യം 2 അവാർഡ് അതിന് കിട്ടി. കേരള സാഹിത്യ അക്കാദമി അവാർഡും കാരൂർ പുരസ്കാരവും. അത് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ടാറ്റു എന്ന് പറയുന്ന മിനു എലിസബത്ത് കോശി എന്ന് പറയുന്ന ഒരു അധ്യാപികയും ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായിരുന്ന ഇപ്പൊ അധ്യാപികയാണ്. മിനു ആണ് വിവർത്തനം ചെയ്തത്. അതുപോലെ തന്നെ ഹിന്ദിയില് ഷീന ഈപ്പൻ എന്ന് പറയുന്ന എന്റെ അധ്യാപിക കൂടിയായ ഹിന്ദി ടീച്ചറാണ്. പ്രശസ്ത വിവർത്തകയാണ് ഷീന ഈപ്പൻ മാത്യു ടീച്ചർ അത് ചെയ്തിട്ടുണ്ട് ഹിന്ദിയിലേക്ക്. മിണ്ടാമഠം എന്ന് പറഞ്ഞ ചെറുകഥയാണ് ഹിന്ദി വന്നു. അത് പ്രശസ്തമായ ഒരു ഹിന്ദി മാസികയിലെ കഥ വന്നു. അങ്ങനെ പല ഭാഷകളിലേക്കും. ഒരു പ്രാവശ്യം സ്പാനിഷിലേക്ക് ചെയ്യപ്പെട്ടിരുന്നു, പക്ഷെ അതുകൊണ്ടോ പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. ലോകഭാഷകൾ പലതിലും വന്നിട്ടുണ്ട്. ഈ വളരെ ചെറിയ പ്രായത്തിലെ മലയാള സാഹിത്യത്തിലെ എഴുതി തുടങ്ങിയിട്ടും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചൂസ് ചെയ്യാനും പിന്നെ PGക്ക് ജേർണലിസം ചൂസ് ചെയ്യാനും കാരണം എന്താ? ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മലയാളത്തോടായിരുന്നു കഠിനമായ പ്രണയം. ഞാൻ മലയാളത്തിന് വേണ്ടിയാണ് ഇരുന്നത്. ഇത് എന്റെ വലിയൊരു ചോദ്യമാണ്. വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഞാൻ മലയാളത്തിൽ നിന്ന് കോളേജിൽ നിന്ന് കാർഡ് വന്നു. നമുക്കന്ന് കാർഡാണ് വരുന്നത്, ഇതുപോലെ അഡ്മിഷൻ കാർഡ് വരും. പച്ച മഞ്ഞ കളറൊക്കെയുള്ള കാർഡാണ് വരുന്നത്. അപ്പൊ എനിക്ക് മലയാളത്തിലാണ് ആദ്യത്തെ കാർഡ് കിട്ടിയത്. പക്ഷെ ഇംഗ്ലീഷിനും വന്നു. ഇംഗ്ലീഷിന് നമ്മൾ 3 ഓപ്ഷൻ കൊടുക്കുമല്ലോ കോളേജില്. അപ്പം എന്റെ അമ്മച്ചിയാണ് പറഞ്ഞത്, നിനക്ക് മലയാളം അറിയാവുന്ന ഇംഗ്ലീഷ് ചേർന്നാൽ മതി. അമ്മച്ചി ഞാൻ പറഞ്ഞ മലയാളമേ പോകും. ഞാൻ എന്നൊരു കോളേജ് അധ്യാപകനായേനെ ഉറപ്പായിട്ടും മലയാളം ആയിരുന്നെങ്കിൽ. പക്ഷെ അമ്മച്ചി എന്നെ നിർബന്ധിച്ച് ഇംഗ്ലീഷിനോട് ചേർത്തു. കോളേജിൽ സ്വന്തം അമ്മമാര് വരുമോ, അഡ്മിഷൻ വരാൻ അറിയാമല്ലോ, പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ. അപ്പൊ എന്റെ അമ്മച്ചി വാശിയെടുത്ത് വന്ന് എന്നെ ഇംഗ്ലീഷിൽ ചേർപ്പിച്ചു. അങ്ങനെയാണ് പക്ഷെ ഞാൻ ആദ്യമൊക്കെ പരിഭ്രമിച്ചു പോയി. നമുക്കറിയാം, ഞാൻ മലയാളം മീഡിയം പഠിച്ച ഒരാളാണ്. 4ാം ക്ലാസ്സിലാണ് ABCD പഠിക്കുന്നത്. 4ാം ക്ലാസ്സിൽ ഓർത്തോണം. LKG UKG 4ാം ക്ലാസ്സിലാണ് ABCD നമ്മൾ പഠിക്കുന്നത്. ഞാനാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക്. പിന്നീട് അത് ജീവിതത്തെ പക്ഷെ മാറ്റിമറിച്ചു. ലോക സാഹിത്യവുമായിട്ടുള്ള ഒരു എക്സ്പോഷർ. ഇന്ന് ഏത് പുസ്തകവും ഇംഗ്ലീഷിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാനും ഞാൻ കുറിപ്പുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ചന്ദ്രിക പത്രത്തില് അതിന്റെ ഞായറാഴ്ച വാരാന്ത്യ പതിപ്പിൽ ഞാൻ ലോക സാഹിത്യം പരിചയപ്പെടുത്തുന്ന ഇരട്ടവര എന്നൊരു കോളം ചെയ്യുന്നുണ്ടായിരുന്നു. ലോക സാഹിത്യ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അവതരിപ്പിക്കുന്ന പരിപാടി, എഴുതുന്ന പരിപാടി. അപ്പൊ അതിനൊക്കെ സഹായിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പഠിച്ചതാണെന്നുള്ളതാണ് സത്യം. പിന്നെ അവിടുന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ ജേർണലിസത്തിലേക്ക് വരുന്നത്? പിന്നെ പക്ഷേ ആ ഒരു മുഖ്യധാര മാധ്യമ ആ ഒരു പ്രവർത്തനത്തിലേക്കും വന്നില്ല, അവിടെ നിന്ന് മാറി റേഡിയോ ജീവിതത്തിലേക്കാണ് പോയത്. അപ്പം ഞാന് ജേർണലിസം പഠിക്കാൻ വേണ്ടി അപ്പോഴാണ് പറഞ്ഞത്, നമ്മൾ ഈ MA നമ്മൾ എഴുത്തുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊരു തൊഴിലെന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ വരുന്നത് പത്രസ്ഥാപനങ്ങളാണ്. ഇപ്പൊ മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രസ്ഥാപനങ്ങളാണ്, കേരളാമുദി തുടങ്ങിയ പത്രസ്ഥാപനങ്ങൾ എല്ലാവരുടെ മനസ്സിൽ വരുന്നത്. എഴുത്തുകാരൊക്കെ ചെന്നെത്തുന്നത് എവിടാണ്? മാധ്യമ സ്ഥാപനങ്ങളിലാണ്. അപ്പൊ ഞാനും ഇതുപോലെ ജേർണലിസം പലരും ഉപദേശിച്ചു. ജേർണലിസം പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നു. അപ്പൊ ഈ ജേർണലിസം പഠിക്കുന്ന സമയത്ത് ആ സമയത്താണ് ഞാൻ അന്ന് നമുക്ക് അസൈൻമെന്റ്സ് തരുമല്ലോ ജേർണലിസം പഠിക്കുമ്പോൾ. അപ്പൊ അന്ന് എന്റെ ക്യാപ്ഷൻസ് ഒക്കെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭയങ്കര ചർച്ച ചെയ്യപ്പെടും. ഞാൻ എഴുതുന്ന ക്യാപ്ഷൻസ്. അപ്പം എന്നോട് ഞങ്ങളുടെ ഇംഗ്ലീഷ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിലുണ്ടായിരുന്ന ജോൺ മേരി സാർ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ അദ്ദേഹം പറഞ്ഞ്, ജേക്കബിന് നിനക്ക് നല്ല ക്യാപ്ഷൻ റൈറ്റിംഗ് സ്കില്ലുണ്ട്, നീ അഡ്വർടൈസിംഗിലേക്ക് പോകാൻ പറഞ്ഞു. കോപ്പി റൈറ്റിംഗ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അറിയാം, അഡ്വർടൈസിംഗ് നമുക്കൊരു കോഴ്സിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അഡ്വർടൈസിംഗ് ഏജൻസിയിലായിരുന്നു, മീഡിയ. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ മറ്റേ ഇതിലേക്ക് പോയില്ല. മാധ്യമ പ്രവർത്തകർ സാറിന്റെ ഉപദേശം സ്വീകരിച്ച് അഡ്വർടൈസിംഗ് ഏജൻസിയിലേക്ക് പോയി. മീഡിയ മേറ്റ് എന്ന് പറഞ്ഞൊരു ഏജൻസിയിലായിരുന്നു. പിന്നെ ക്രയോൺസ്. അപ്പം അവിടെ പക്ഷെ ഇതിന്റെ ഫലമായിട്ട് കുമരി എന്ന് പറഞ്ഞൊരു നോവൽ എഴുതാൻ പറ്റി അഡ്വർടൈസിംഗുമായി ബന്ധപ്പെട്ട്. അവിടെ നിന്നാണ് മാതൃഭൂമിയുടെ ക്ലബ് FM റേഡിയോയില് കോപ്പി റൈറ്റർ കം പ്രൊഡ്യൂസർ ആയിട്ട്. എഴുത്തിൽ നിന്ന് പിന്നെ ഈ റേഡിയോയിലേക്ക് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ അഡ്വർടൈസിംഗ് ജോലി ചെയ്യുന്ന സമയത്താണ് ഈ FM റേഡിയോ 2008 കേരളത്തിൽ തുടങ്ങുന്നു. FM റേഡിയോ തരംഗം ഇവിടെ വരുന്നു. ആ സമയത്താണ് അവർക്കും ഇതുപോലെ
പ്രൊഡ്യൂസർമാരെ വേണം, കോപ്പി റൈറ്റർമാരെ വേണം. ആ രീതിയിൽ അപ്പോഴാണ് ഞാൻ കോപ്പി റൈറ്റർ കം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ FM റേഡിയോയിൽ പ്രവർത്തിക്കുന്നത്, ക്ലബ് FM-ൽ. അതിന് മുമ്പ് ഞാൻ ആകാശവാണിയിൽ കുറെ കാലം ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഫ്രീലാൻസ് ചെയ്യുമായിരുന്നു. പ്രോഗ്രാം അവതരിപ്പിക്കുകയും ഇന്റർവ്യൂസ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള പല പരിപാടി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ക്ലബ് FM-ൽ ഞാൻ 10-12 വർഷം ജോലി ചെയ്തു. തിരുവനന്തപുരത്തും കണ്ണൂർ നിലയങ്ങളിലായിരുന്നു. അതിനുശേഷമാണ് 2019 കേരള സർക്കാർ മലയാള ഭാഷ പ്രചരിപ്പിക്കുന്നതിനായി ഒരു റേഡിയോ മലയാള മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ അതിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ സാഹിത്യ താല്പര്യമൊക്കെ നോക്കി അപ്പൊ എനിക്കും അത് വളരെ ഇഷ്ടമായിട്ട് തോന്നി. കാരണം ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ എന്നൊരു കോൺസെപ്റ്റാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. കഥകള്, നാടൻ ചൊല്ലുകള്, പഴഞ്ചൊല്ലുകള്, നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏക റേഡിയോ ആണിത്, റേഡിയോ മലയാളം. ഈ ആകാശവാണിയിൽ ആദ്യം പോയ സമയത്തും കഥ വായിക്കുകയും, അതെ അതെ, കഥ വായിക്കാനാണ് പോയത്. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആകാശവാണിയിൽ ആ സമയത്ത് ഇതുപോലെ കഥകള് പ്രസിദ്ധീകരിക്കുന്ന ഒരു കഥ വായിക്കാൻ അവസരം കിട്ടും. ആകാശവാണിയിൽ ചെല്ലുമ്പോൾ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇത് ഭക്തവിലാസം എന്നായിരുന്നു നമ്മുടെ ഈ വഴുതക്കാട് ആകാശവാണിയുടെ പേര്. പണ്ട് ഭക്തവിലാസം എന്നൊക്കെയായിരുന്നു ധാരാളം. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മള് അന്ന് റേഡിയോ കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. നമ്മുടെ ചാനലുകളൊക്കെ ഇത്രയും നേരം മുമ്പുള്ളൊരു സമയമാണല്ലോ. അപ്പൊ ആകാശവാണി ശരിക്കും പേടിച്ചു പോയി. അവിടെ നമ്മളെ ഗേറ്റിൽ തന്നെ തടയും. ഗേറ്റിൽ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ച് അങ്ങനെ പോകുന്നത്. നമ്മൾ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റുഡിയോ അല്ല, വലിയ റൂം പോലുള്ള സ്റ്റുഡിയോയാണ്. അതിന്റെ തടിയൻ വാതിലുകളും ഒക്കെയുള്ള സ്റ്റുഡിയോ ആണല്ലോ. അപ്പൊ അവിടെ ചെന്ന് ആദ്യം എനിക്ക് ടേക്ക് എടുക്കാൻ പറ്റിയില്ല, നമ്മുടെ ശബ്ദത്തിന്റെ ഇടർച്ച കൊണ്ടൊക്കെ. അത് കുറെ നേരം ടേക്ക് എടുത്തിട്ടാണ് ആദ്യത്തെ കഥ വായിച്ചത്. കഴിഞ്ഞ മുമ്പത്തെ വർഷം ക്രിസ്മസിന് ഞാനായിരുന്നു അതിഥിയായി ആകാശവാണി. ക്രിസ്മസ് പാട്ടുകൾ ഞാനാണ് അവതരിപ്പിച്ചത്. ക്രിസ്മസ് ഗാനങ്ങൾ അവര് ആകാശവാണിയുടെ കവിയും ആകാശവാണിയുടെ പ്രവർത്തിക്കുന്ന പ്രക്ഷേപകനുമായ ശ്രീകുമാർ മുഖത്തല സാറായിരുന്നു അന്ന് ആ ഇന്റർവ്യൂ എടുത്ത്. ഒരുപാട് ഇന്റർവ്യൂ അവിടെ എടുത്തതിന് ശേഷം അവിടെ അതിഥിയായി പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് വലിയ സന്തോഷമല്ലേ? തീർച്ചയായിട്ടും അതൊരു ഭയങ്കര സന്തോഷമാണ്. പലയിടത്തും അങ്ങനെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണം മാതൃഭൂമി ക്ലബ് FM ജോലി ചെയ്ത ഞാൻ കഴിഞ്ഞ വർഷം കായുടെ മാതൃഭൂമിയുടെ സാഹിത്യോത്സവം കായിൽ വിശിഷ്ട അതിഥിയായിട്ട് പോകാൻ പറ്റി. അങ്ങനെ അതും ഒരു ഭാഗ്യമായിട്ട് കാണും. കാരണം ഇവിടെ അതെല്ലാരും എന്റെ സഹപ്രവർത്തകരും ഒക്കെ വലിയ സന്തോഷമായിരുന്നു അവർക്കെല്ലാം. തീർച്ചയായും കാ സാഹിത്യോത്സവത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജേക്കബ് എബ്രഹാം സാറാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് മടങ്ങി എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഇടവേളയാകാം അല്ലെ? തീർച്ചയായും ചെറിയ ഇടവേള എടുത്തിട്ട് വേഗം തിരിച്ചു. സ്വർണ്ണാഭരണങ്ങൾ ആവശ്യമാണ്. യെസ്, മോർണിംഗ് വൈബ്സിലേക്ക് തിരികെ സ്വാഗതം. വീണ്ടും ഞാൻ ഇവിടെ മാനവീയം വീതിയിലാണ്. എനിക്കൊപ്പം സാഹിത്യകാരൻ ജേക്കബ് എബ്രഹാം സാറും തുടരുന്നുണ്ട്. സാർ, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, അതായത് ആ ഒരു കൗമാരകാലത്തിലെ ക്യാമ്പ്, MGയുടെ ക്യാമ്പ്, അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കുറച്ചു മുമ്പാണ് അറിഞ്ഞത്. അത് പറഞ്ഞു തന്നത് നമ്മുടെ എന്നെ ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. തീർച്ചയായിട്ടും അതെ. അന്ന് ഉണ്ണി എന്റെ ക്യാമ്പിലുണ്ടായിരുന്നു. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച, ഞാൻ പറയല്ലോ, ഈ അവിചാരിതകളിൽ അല്ലെങ്കിൽ ആക്സിഡന്റലായി സംഭവിക്കുന്ന കാര്യമാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവിടെ വെച്ചാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പ്രണയം ഉണ്ടാകുന്നത്. പ്രണയം ഇപ്പൊ ജീവിത സഖിയുമായിട്ടുള്ള വീണ റോസ്കോട്ട് എന്ന എഴുത്തുകാരിയാണ്. വീണ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി കൂടിയാണ് വീണ റോസ്കോട്ട്. വീണയെ കണ്ടുമുട്ടിയത് അവിടെ വെച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ MDയോടൊപ്പം 2 ദിവസം എന്ന് പറഞ്ഞ ക്യാമ്പ്, ഭാഷാഭൂഷണയുടെ ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ പക്ഷേ നമ്മൾ പിന്നീട് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത 98 കാലഘട്ടമാണ്. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും അത്ര ഇതായിട്ടില്ല. മൊബൈൽ ഫോൺ വളരെ പേജർ അങ്ങനെയൊക്കെ കുറച്ച് പ്രോസസ് എന്താണ്, വലിയ ബിസിനസ്സുകാർക്കൊക്കെ ഒന്ന് ഫോണുള്ളൂ. സാധാരണക്കാരിലേക്ക് ഫോൺ സജീവമായിട്ട് എത്തിയിട്ടില്ല. അപ്പൊ അന്ന് നമ്മൾ ഈ കത്തെഴുത്താണല്ലേ. അന്ന് ക്യാമ്പിൽ വരുമ്പോ എല്ലാവരും അഡ്രസ്സ് വാങ്ങുമല്ലോ. അങ്ങനെ കത്തെഴുത്ത്, അതില് സാഹിത്യവും നമ്മൾ എഴുതി അങ്ങനെ അത് ഒരു പ്രണയത്തിലേക്ക് പോയി. സാഹിത്യമാണ് നിങ്ങളെ അടുപ്പിച്ചത്. പ്രണയകഥ എങ്ങനെയായിരുന്നു? അത് ഇത് തന്നെയായിരുന്നു. ആ പ്രണയം നമ്മൾ ആ ക്യാമ്പിൽ വെച്ച് കണ്ടുമുട്ടുകയും പിന്നീട് നമ്മള് ഇങ്ങനെ കത്തെഴുത്താണല്ലോ. കത്തെഴുതുമ്പോൾ അത് പിന്നെ ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവലിന് ഇന്റർനാഷണൽ ഫിലിം IFFK ട്രിവാൻഡ്രത്ത് വരുമായിരുന്നു, ഞാനും കൂട്ടുകാരും ഒക്കെ ആയിട്ട്. അപ്പൊ അന്നൊക്കെ വീണെ കാണുകയും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫിലിം ഫെസ്റ്റിവലിന് പോയി. അങ്ങനെയൊക്കെയുള്ള ഒരു കഥയാണ് അത്. ഇപ്പൊ മോനുണ്ട്, +1 പഠിക്കുന്നു, ഋതു ഹാരു എന്നാണ് പേര്. തേൻ എന്നാണ് ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്നത്. തേൻ എന്നാണ് വിളിക്കുന്നത്.
അവന് ഇപ്പം +1 പഠിക്കുന്നു. +1 പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നു. മോനും അവന് വായനയൊക്കെ ഇഷ്ടമാണ്. അതോടൊപ്പം വരക്കാരനാണ്. എന്റെ ഒരു പുസ്തകത്തിന്റെ കവർ പേജ് ചെയ്തിരിക്കുന്നത് ഈ ക്രിസ്മസ് പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ജേക്കബ് സാറും ഞാനത് വരച്ചിട്ടുണ്ട്. കവർ എന്റെ മകനാണ് ചെയ്തത്. കവർ അവന്റെ വരയാണ്. രാജേഷ് ചാലോടാണ് എന്റെ കവർ ചെയ്തത്. എന്റെ മകന്റെ വര വെച്ചിട്ടാണ്. അവന് വരയ്ക്കാനും ആനിമേഷൻ ഇപ്പം അങ്ങനെ എഡിറ്റിംഗ് ഇതൊക്കെയാണ് പുതിയ തലമുറയുടെ മാത്രം താല്പര്യങ്ങളാണ്. ഈ ദാമ്പത്യ ജീവിതത്തിലെ എഴുത്ത് എങ്ങനെയാണ്? ഞങ്ങൾ രണ്ടുപേരും വിമർശിക്കാറുണ്ടോ രണ്ടുപേരും? തീർച്ചയായിട്ടും അതാണ്. രണ്ടുപേരും എഴുതുന്നതുകൊണ്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രോത്സാഹനകരവുമാണ്. കാരണം നമുക്ക് വീട്ടിലൊരാളുണ്ടല്ലോ ചർച്ച ചെയ്യാനായിട്ട്. നമ്മുടെ ഈ എഴുത്തുകാരന്റെ മനസ്സെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എഴുത്തെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള അല്ലെ അവരുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ഈ നിശ്ചലമായ തടാകം പോലല്ല. അതെപ്പോഴും ഓളം അടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകൾ പോലാണ്, കടൽ പോലാണ് എഴുത്തുകാരൻ. ഇങ്ങനെ നമ്മൾ എപ്പോഴും അതുപോലെ തന്നെ പലവിധ വികാരങ്ങൾ നമ്മൾ എപ്പോഴും നിരാശയിലേക്ക് ഉപ്പുകുത്താം, സന്തോഷം പെട്ടെന്ന് വരാം. ഒരു ബൈപോളാർ ഡിസീസ് പോലാണ് എഴുത്തുകാരുടെ ഒരു മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞങ്ങൾ രണ്ടുപേരും ഇത് കടന്നു പോകുന്നുണ്ട്. വീണയും ഇതുപോലെ ഈ റൈറ്റേഴ്സ് ബ്ലോക്കിലൂടെ കടന്നു പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ റൈറ്റേഴ്സ് ബ്ലോക്കിന്റെ ഒരു ഘടകം ഈ പ്രണയകാലത്തെ അനിശ്ചിതത്വമായിരുന്നു. ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് വരാൻ കാരണം നമ്മൾ ഈ ജീവിതത്തിന്റെ അനിശ്ചിതത്വം, ജോലിയില്ല, ജോലി കണ്ടുപിടിക്കണം, വീട്ടിലെ 2 മതമാണ്, 2 റിലീജിയനിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങള്, വീട്ടുകാരുടെ ഭാഗത്തുള്ള പ്രഷറുകള്, അപ്പൊ അതൊക്കെ എഴുത്തിനെ ബാധിക്കുകയും രണ്ടുപേരും എന്നെ പോലെ തന്നെ വീണയും ബാധിച്ചിട്ടുണ്ട്. വീണ വേറൊരു കാര്യമുള്ളത്, മലയാളത്തിലെ പ്രശസ്തനായ വലിയ സാഹിത്യകാരനായ CV രാമൻപിള്ളയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറാണ് വീണ. പ്രപൗത്രിയാണ് CV രാമൻപിള്ളയുടെ പ്രപൗത്രിയാണ്. മഹത്തായ നോവലിസ്റ്റ്, അദ്ദേഹത്തിന്റെ പ്രപൗത്രിയാണ് വീണ. അതും വീണയ്ക്കും ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാവുകയും ഞങ്ങളുടെ രണ്ടുപേരുടെ എഴുത്ത് കുറെ കാലത്തേക്ക് പ്രശ്നമാവുകയും ചെയ്തു. ഇപ്പോഴും വീണ വീണ്ടും എഴുത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അതുപോലെ തന്നെ. ഈ എഴുത്ത് സത്യം പറഞ്ഞ ആനന്ദം ആണ് എന്നുള്ളതാണ് 100% നമ്മള് അത് വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാൻ വരുന്നത്, അപ്പം ഈ എഴുത്തുകാരെവിടെയാണ് ഈ സംഘർഷം അനുഭവിക്കുന്നത് എഴുതുമ്പോൾ എന്നുള്ളതാണ്. ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാനാണോ, അല്ലെങ്കിൽ വിചാരിച്ച പോലെ അത് എഴുതി തീർക്കാൻ പറ്റാത്തതാണോ? എവിടെയാണ് ആ സംഘർഷം ഉള്ളത്? തീർച്ചയായിട്ടും എഴുത്തെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ആനന്ദമാണെങ്കിലും ഈ പെയിൻ ഈസ് പ്ലഷർ എന്നൊരു വാക്കുണ്ട്. അത് കസിൻഡസാക്കിസ് പറഞ്ഞതാണ്. എവരി പെയിൻ ഈസ് പ്ലഷർ. എല്ലാ വേദനയും ഒരുതരം ആനന്ദമാണ്. ഇപ്പൊ നമ്മൾ രോഗത്തിന്റെ മൂർധന്യത്തിൽ നമുക്ക് ആനന്ദം അനുഭവിക്കാം, ഏകാന്തതയിൽ നമുക്ക് ആനന്ദം അവസാനം അനുഭവിക്കാം. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇതൊരു ധ്യാനമാണ്. ഇപ്പൊ സന്യാസം പോലെ, സന്യാസം ചെയ്യുന്നവർ ഒറ്റപ്പെട്ടൊരു മലയിൽ പോയിരിക്കുന്നു. ഇതുപോലൊരു ധ്യാനമാണ് എഴുത്തെന്ന് പറയുന്നത് പ്രധാനമായിട്ടും. അതിനകത്ത് പക്ഷെ ഭയങ്കരമായ പെയിൻ ഉണ്ട്. നമ്മളൊരു നോവൽ എഴുതി, ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ 1-2 നോവലുകൾ എന്റെ ഇടിച്ചു നിന്ന് നിലച്ചു പോയിട്ടുണ്ട്. ഞാൻ എത്രയോ ദിവസം എഴുതി വരികയും പിന്നീട് അത് തുടരാൻ പറ്റാതെ നിലച്ചു പോയിട്ടുണ്ട്. ഇതുപോലെ ഫിനിഷ് ചെയ്യാതെ അൺസ്റ്റോപ്ഡ് ആയിട്ടോണ്ടിരിക്കുകയാണ്. 5-6 വർഷമായിട്ടിരിക്കുന്ന നോവലുകളുണ്ട്, 3 വർഷമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് പൂർത്തീകരിക്കാൻ കഥകളുണ്ട്, അങ്ങനെ പകുതി എഴുതിയ കഥകളുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര വേദനയാണ്. നമ്മൾ പുതിയൊരു ഐഡിയ കിട്ടുമ്പോൾ, പുതിയൊരു ആശയം കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടും. അപ്പൊ ഈ എഴുത്തുകാരൻ അനുഭവിക്കുന്ന സംഘർഷം ഈ കഥാപാത്രവുമായിട്ട് അനുഭവിക്കാം, കഥാസന്ദർഭവുമായിട്ട്. ഇപ്പൊ ഞാൻ ഈ വാൻഗോഗിന്റെ കാമുക എഴുതിയപ്പോൾ ഈ വാൻഗോഗും സിയനും തമ്മിലുള്ള ബന്ധം എഴുതുമ്പോൾ പലപ്പോഴും കണ്ണിൽ നിന്ന് കണ്ണ് നമുക്ക് നിറഞ്ഞു വരുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഴുതി കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസവും വലിയൊരു നഷ്ടബോധവും തോന്നാറുണ്ട്. അപ്പൊ അതൊരു വാസ്തവമാണ്. ഈ സംഘർഷം എഴുത്തുകാരന്റെ മനസ്സിൽ എപ്പോഴും ഈ സംഘർഷം ഉണ്ടാവും. നമ്മൾ രണ്ടുതരം പ്രോസസ്സാണ്. എഴുത്തുകാരനും വായനക്കാരനും നമ്മൾ സംഘർഷമുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളുടെ വായനക്കാരനെ നമ്മുടെ എഴുത്ത് തൃപ്തികരമാക്കുന്നുണ്ടോ എന്നുള്ള ആദ്യത്തെ ചോദ്യം. നമ്മളുടെ റീഡർ, അത് നമ്മുടെ റീഡർ എത്രമാത്രം ക്വാളിറ്റി ഉള്ള റീഡർ ആണെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ എഴുത്തിന്റെ സംതൃപ്തി. ഞാൻ പറഞ്ഞത് മനസ്സിലായി. കാരണം നമ്മുടെ റീഡർ ഒരു ആവറേജ് റീഡർ ആണെങ്കിൽ ഓക്കെ ആവും. പക്ഷെ നമ്മുടെ റീഡർ അത്രയും ഹൈറ്റ് നിൽക്കുന്ന റീഡർ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ റീഡറും ഉണ്ടല്ലോ, ആ റീഡറിനെ നമ്മുടെ എഴുത്തുകാരൻ സംതൃപ്തിപ്പെടുത്തുമ്പോഴാണ് ഇത് തമ്മിലുള്ള അതാണ് ഏറ്റവും വലിയ സംഘർഷം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളുടെ വേറൊരാളെ പോലെ നമ്മുടെ ഉള്ളിലൊരു റീഡറുണ്ട്, ഭയങ്കരമായ റീഡർ. നമ്മൾ ഇത്രയും വായിച്ചൊരു വായനക്കാരനുണ്ട്. ആ വായനക്കാരനെ എന്നിലെ എഴുത്തുകാരൻ സംതൃപ്തിപ്പെടുത്തുമ്പോഴാണ് ഒരു രചന ഞാൻ അച്ചടിക്കാൻ കൊടുക്കാറുള്ളതും ഒരു രചന മറ്റുള്ളവരെ കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് ഈ വാൻഗോഗിന്റെ കാമുകിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഈ DC ബുക്കിന്റെ മത്സരത്തിന് വേണ്ടി അയക്കുന്നതിന് മുമ്പ് ഒന്ന് മടിച്ചു, അയക്കണോ വേണ്ടയോ, ഈ മത്സരത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ചെറുപ്പകാലം മുതൽ എഴുത്തിന്റെ വഴിയിൽ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നിരുന്നാലും ആ മടി, ആ പേടി എന്തുകൊണ്ടായിരിക്കും? അത് ഞാൻ പറഞ്ഞതില്ല, ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നൊരു കാലഘട്ടത്തിന്റെ ഒരു ഇതുണ്ട്. പിന്നെ രണ്ടെന്ന് പറയുന്നത് ഈ റൊമാൻസ് ഫിക്ഷൻ മത്സരം എന്ന് പറയുന്നത് മൈ കപ്പ് ഓഫ് കൈൻഡ് ഓഫ് ടീ അല്ല, എന്റെ ഇതല്ല. ഞാൻ സീരിയസ് എഴുത്തിലേക്ക് പോകുന്ന ഒരാൾ അങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ചത്
വായനക്കാരാണല്ലോ, വായനക്കാരെ നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കുറെ ചിന്തിച്ചിരുന്നു. ഇതൊരു റൊമാൻസ് ഫിക്ഷൻ മത്സരം എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒരു വേറൊരു കൈൻഡ് ഓഫ് റീഡേഴ്സിനെയാണ്. അത് പ്രണയ നോവലുകൾ വായിക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിലൊക്കെ ഞാൻ ആദ്യം കുറെ മടിച്ചിരുന്നു. പിന്നെ നമ്മള് എന്തുകൊണ്ട് അയച്ചുകൂടാ എന്ന് ചിന്തിക്കുകയും അങ്ങനെ ഞാൻ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഈ നോവൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിന് ഞാൻ ഒരിക്കലും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എഴുതിയ നോവലല്ല. ഇത് ഇങ്ങനെ മത്സരം വന്നു എന്നറിഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് പലരും പറഞ്ഞു, പ്രത്യേകിച്ച് വീണ പറഞ്ഞു ഇത് അയച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ മത്സരത്തിന് വേണ്ടി എഴുതിയ നോവലല്ല ഇത്. മത്സരത്തിന് മുമ്പ് എഴുതി തുടങ്ങിയതാണ്. പിന്നെ അങ്ങനെയാണ് അവസാനമാണ് ഇതിന്റെ ഒരു മത്സരത്തിലേക്ക് ഈ നോവൽ അയക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് മടിച്ചു. ഞാൻ അടുത്ത് വേറെ രീതിയിൽ പബ്ലിഷ് ചെയ്യാം അങ്ങനെ, പക്ഷെ ഈ ഒരു പ്രശസ്തി അതിന് കിട്ടില്ലായിരുന്നു വേറെ രീതിയിൽ പോയിരുന്നെങ്കിൽ നാളെ. സത്യമാണ്. ബേസിൽ ജോസഫ് ആണ് ഇതിന്റെ അനൗൺസ്മെന്റ്. അതെ അതെ, ഇതിന്റെയൊക്കെ അവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്ത് ബേസിലാണ്. എനിക്കിത് പ്രശസ്തി പത്രമാണ് കിട്ടിയത്. ബേസിൽ അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയതെന്നാണ്. ആൽവിൻ ജോർജ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ എന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അവൻ അപ്പോഴുള്ള അദ്ദേഹത്തിന്റെ നോവലിനാണ്, ദുഷാന എന്ന നോവലിനാണ് കിട്ടിയത്. ഇതിന് തെരഞ്ഞെടുത്ത നോവൽ 5 നോവൽ തെരഞ്ഞെടുത്തു. അതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഈ നോവൽ, ഏറ്റവും നന്നായിട്ട് പോകുന്നുണ്ട് ഈ നോവൽ എന്നുള്ളതാണ്. നമ്മളെ രണ്ടുപേരെയും കണക്ട് ചെയ്തൊരു ഫാക്ടർ എന്താണെന്നറിയോ? പത്തനംതിട്ട കഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അല്ലേ? സ്വന്തം ഗ്രാമത്തെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കഥകളാണോ അതോ പത്തനംതിട്ട എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം മുഴുവൻ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു സഞ്ചാരം ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു പത്തനംതിട്ട നമ്മുടെ ഈ എഴുത്തിന്റെ സാഹിത്യ മേഖലയിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. പത്തനംതിട്ടയിൽ റബ്ബറാണുള്ളത്. അതോടൊപ്പം തന്നെ കുറച്ച് പ്രവാസികളാണുള്ളതെന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. എഴുത്തിന്റെ ഒന്നും സ്ഥലമല്ല അതെന്നുള്ളതാണ് പൊതുവേ ഒരു ധാരണയുള്ളത്. പക്ഷെ ഒരുപാട് നല്ല എഴുത്തുകാര് ആ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് വാസ്തവം. എന്റെ ഈ കഥകളില് ചോദിച്ച പോലെ എന്റെ ഗ്രാമമുണ്ട്, നെല്ലിക്കാല എന്ന ഗ്രാമമുണ്ട്. ഒപ്പം തന്നെ എന്റെ ചുറ്റുപാട് ഞാൻ വളർന്ന സ്ഥലങ്ങള്, ചുറ്റുപാട് പത്തനംതിട്ട ജില്ലയിലെ മിക്ക സ്ഥലങ്ങളെ പറ്റി ഞാൻ എന്റെ കഥകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. മിക്ക റാന്നി, കോന്നി, ഇങ്ങനെ പല സ്ഥലങ്ങൾ, അടൂര്, പല സ്ഥലങ്ങളിലും എന്റെ ഈ പറയുന്ന പോലെ കഥകളിൽ അത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പൊ പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു ഭൂപ്രകൃതി മാത്രമല്ല, ഒരു പത്തനംതിട്ട മനസ്സുണ്ടല്ലോ, പത്തനംതിട്ട മൈൻഡ് എന്നുള്ള വിശദീകരിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പൊ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര നിസ്സംഗതയുടെ ഒരു പത്തനംതിട്ടയിലെ ഭയങ്കര പച്ചപ്പുള്ള റബ്ബർ തോട്ടങ്ങളെ പൊതുവെ ഒരു നെഗറ്റീവായിട്ടാണ് പലരും പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു പോസിറ്റീവ് ആണ് ഒരാളാണ്. റബ്ബർ തോട്ടങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നത്, റബ്ബർ തോട്ടങ്ങൾ ഇല കൊഴിയുന്നത്, റബ്ബർ തോട്ടങ്ങളിൽ പ്രകൃതിയുമായിട്ടുള്ള ഒരു കണക്ഷൻ. എന്റെ വീട്ടില് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ അമ്മച്ചി വിളിച്ചപ്പോൾ പറഞ്ഞത് 3 കുരങ്ങന്മാര് വന്നതാണ്. കുരങ്ങന്മാര്, പന്നി, കാട്ടുപന്നി, ഇതൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ഒരു പ്രദേശത്തിന്റെ അവിടെയും മനുഷ്യരുണ്ട്, മനുഷ്യബന്ധങ്ങളുണ്ട്. അവിടെയും വലിയ യുദ്ധം നടക്കുകയല്ല, ജീവിതം എന്ന് പറയുന്ന വലിയ യുദ്ധം നടക്കുകയാണ്. അതൊക്കെ വലിയ മെറ്റീരിയലാണ് എഴുതാനുള്ളത്. എന്റെ നാട്ടിൽ നിന്ന് പോയിട്ട് എനിക്ക് വേറെ ഒരു നാടിനെ പറ്റി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. തിരുവനന്തപുരത്തെ പറ്റി ഞാൻ കഥകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം എത്ര വർഷമായി ഇവിടെ? 20 വർഷമായി. എങ്ങനെയുണ്ട് ഈ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട്, പക്ക ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് നഗരത്തിലെ ജീവിതം? തിരുവനന്തപുരം ഒരു വലിയ നഗരമാണ് നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ചുറ്റും ഗ്രാമങ്ങളാണ്. അപ്പൊ നിങ്ങൾ മലയൻകീഴേക്ക് പോയാലും നെടുമങ്ങാടേക്ക് പോയാലും അഥവാ അങ്ങോട്ട് നെയ്യാറ്റിൻകരയ്ക്ക് പോയാലും ഒരു സിറ്റിയിൽ നിന്ന്, സിറ്റി മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ട്? നമ്മൾ കഴക്കൂട്ടം തൊട്ട് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 20-25 കിലോമീറ്റർ സിറ്റി തീരും തിരുവനന്തപുരം. വലിയ നഗരത്തിന്റെ ഇതൊരു നഗരമാണെങ്കിലും ഗ്രാമ മനസ്സാണ് തിരുവനന്തപുരത്തുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ വലിയ ഉത്സവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നിടത്ത് പോയിട്ട് ചെറിയ ഉത്സവങ്ങൾ കാണാൻ പറ്റും. അപ്പൊ തിരുവനന്തപുരം ഭയങ്കര രസമുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിരുവനന്തപുരം. ഞാൻ തിരുവനന്തപുരം പ്രമേയമാക്കിയും കഥകൾ എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു എന്റെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു പടല കപ്പപ്പഴമില്ല, ചുമന്ന പഴം, ഒരു കപ്പപ്പഴവും ഒരു പാക്കറ്റ് മുറുക്കും ഒക്കെ ആയിട്ട് ഒരു വീട്ടിൽ പോയാൽ തീരുന്ന പിണക്കമേ ഉള്ളൂ തിരുവനന്തപുരത്തുകാർക്ക് അപ്പൊ എന്ന് പറയുന്ന പോലെ വളരെ സ്നേഹമുള്ള ഒരു നാട് കൂടിയാണ്. ഇവിടുത്തെ ഭാഷ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേരുള്ള പക്ഷേ നിർഭാഗ്യവശാൽ തിരുവനന്തപുരത്തിനെ പറ്റി ഒരു നെഗറ്റീവ് ഇമേജ് ആണ് പലരും പ്രചരിപ്പിക്കാറുള്ളത്. തിരുവനന്തപുരം മോശമാണ്, ഭാഷ മോശമാണെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു തെക്കൻ ജില്ലകളെ പൊതുവെ അങ്ങനെ അത് സാഹിത്യത്തിൽ അങ്ങനെയുള്ള ഒരു ഇടിച്ചുതാക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പത്തനംതിട്ട വളരെ അവഗണിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഇപ്പൊ നമ്മളിപ്പം ഏറ്റവും ടോപ്പ് ഹിറ്റ് ആയിട്ടുള്ള ആടുജീവിതം, ബെന്യാമിനായാലും ബ്ലസ്സി ആയാലും പത്തനംതിട്ടക്കാരാണ്. അപ്പം അവിടെ നിന്നൊക്കെ വലിയ സാഹിത്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ സാഹിത്യത്തിലെ ഒരു ചിന്താഗതി പലപ്പോഴും ഈ ഒരു വടക്കാണ് സാഹിത്യത്തിന്റെയൊക്കെ ഒരു ഈറ്റില്ലെന്നുണ്ട്. ആ ഒരു ചിന്തയുണ്ട്, മാറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അത് പുതിയ ജനറേഷൻ ഒന്നും ബാധകമല്ല. നമ്മുടെ അത് വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ കേട്ടോ അങ്ങനെയുള്ള ചിന്തകൾ.
അത് മാറി വരുന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഈ ആടുജീവിതത്തെ കുറിച്ച് പറയാൻ വരികയാണ്. നമ്മളിപ്പോ ആ ഒരു ആടുജീവിതം സിനിമയായി വലിയൊരു ക്യാൻവാസിൽ കാണുന്നതിന്റെ സന്തോഷത്തിലാണ് എല്ലാ പ്രേക്ഷകരും ഉള്ളത്. അത് വായനക്കാരെ സംബന്ധിച്ച് വലിയ സന്തോഷമായിരിക്കാം. അവര് വായിച്ച് മനസ്സിലാക്കിയ ഒരു പിക്ചറൈസേഷൻ മനസ്സിലുണ്ടെങ്കിൽ പോലും അതൊരു വലിയ ക്യാൻവാസിൽ കാണുന്നു എന്നുള്ള വലിയ സന്തോഷം. അത് ഈ സിനിമ പിന്നണി പ്രവർത്തകരെ സംബന്ധിച്ച് വെല്ലുവിളിയുമാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ആ വിഷ്വൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആളുകൾ കാണാൻ ചെല്ലുന്നത് എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയുണ്ട്. അപ്പോൾ ആ ഓഡിയൻസിനെ സംതൃപ്തിപ്പെടുത്തണം. അപ്പൊ ഞാൻ ചോദിക്കാവുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് നമ്മളുടെ കൃതികള് ഇത്തരത്തിൽ വലിയൊരു ക്യാൻവാസിലേക്ക് എത്തുന്നു, ഒരുപാട് ആളുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് എഴുത്തുകാരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. അളവില്ലാത്ത ആനന്ദം എന്ന് പറയാം. താങ്കളുടെ ഒരു കൃതി നാടകമായിട്ടുണ്ടല്ലേ? അതേതായിരുന്നു? എന്റെ കുഴി എന്ന് പറയുന്ന മാതൃഭൂമി ആഴ്ചപ്പത്രത്തിൽ വന്നൊരു ചെറുകഥയാണ് നാടകമായത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങിയ സജിത് ചെറുമകൻ എന്ന് പറയുന്ന അദ്ദേഹം പ്രശസ്തനായ ഒരു നാടക സംവിധായകനാണ്. അദ്ദേഹമാണ് ഇത് നാടകമാക്കിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ നാടകം കാസർഗോഡാണ് അവര് കളിച്ചത്. ആ നാടകം എനിക്ക് പോകാൻ പറ്റിയില്ല, കാണാനായിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അവര് വീഡിയോ കോൾ ചെയ്തിരുന്നു. അതിലെ നടീനടന്മാരെല്ലാം കൂടെ ഈ സ്റ്റേജിൽ കയറി മുമ്പ് അവര് വീഡിയോ കോൾ ചെയ്തിരുന്നു. അപ്പൊ ഉണ്ടായ ഒരു നിർവൃതി ശരിക്കും ഒരു എഴുത്തുകാരൻ നിലയിൽ ഭയങ്കര വലുതായിരുന്നു. കുഴി എന്ന് പറയുന്ന ചെറുകഥ കുഴിമേട എന്ന് പറഞ്ഞിട്ടാണ് നാടകമായത്. അവർ ആ പേരൊക്കെ മാറ്റി, കുറച്ച് പേരൊക്കെ മാറ്റിയിട്ടാണ് ചേഞ്ചസ് ഒക്കെ വരുന്നത്. പക്ഷെ അതിന് കുറെ വിഷ്വൽസ് എനിക്ക് അയച്ചു തന്നു, യൂട്യൂബ് ലിങ്ക് അയച്ചു തന്നു. ഇത് കണ്ടപ്പോ അനുഭവിച്ചൊരു നിർവൃതി ഭയങ്കരമാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു കൃതി സിനിമയൊക്കെ ആവുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എഴുത്തുകാരൻ എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാം. ഈ കുഴി നാടകമായി മാറിയപ്പോ ഉണ്ടായ ഒരു വ്യത്യാസത്തെ എങ്ങനെയാണ് എഴുത്തുകാരൻ നോക്കിക്കാണുന്നത്? ഞാൻ അതിന്റെ അത് എന്തായാലും രണ്ട് മീഡിയമാണല്ലോ. അതെ, ഒരിക്കലും നമുക്ക് എഴുത്ത് ആ ഒരു കൃതി അതുപോലെ പിക്ചറൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പം പറയുന്ന കുഴി, അത് അവർ ഒരുപാട് ഒരു സ്റ്റേജിലാണ്. നാടകം വലിയൊരു ആർട്ട് ഫോമാണ്, സിനിമയെക്കാട്ടിലൊക്കെ വലിയ ആർട്ട് ഫോം. കാരണം ഒരു സ്റ്റേജിൽ ലൈവായി നടക്കുന്ന അവിടെ റീടേക്കുകളൊന്നും ഇല്ലല്ലോ ഈ പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെ നാടകം മഹത്തായ കലയാണ്. അപ്പൊ അതിൽ അവര് ഉപയോഗിച്ച പ്രോപ്സ് ആയാലും അതിനെ ആ വിഷ്വൽ സെൻസ് ആളുകളിലേക്ക് കൊണ്ടുവന്നതും അതിനെ അനുഭവിപ്പിച്ചതും വളരെ അമേസിംഗ് ആയ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു നാടകമാണ് സജിത് ചെറുമകൻ ചെയ്തത്. ആടുജീവിതം കണ്ടോ? ആടുജീവിതം കണ്ടു. ആടുജീവിതത്തിന്റെ എഫക്റ്റിലാണ് ഞാൻ ഇപ്പോൾ. ഞാൻ 4-5 പോസ്റ്റാണ് ഇട്ടത് ഫേസ്ബുക്കിലൊക്കെ. അത് ഇറങ്ങി വന്നിട്ടില്ല. ആടുജീവിതം വണ്ടർഫുൾ മൂവിയാണ്. ഞാൻ ഇനിയും കാണാൻ പോകുന്നുണ്ട്. ഞാനൊരു 2-3 തവണ കാണണം വിചാരിക്കുന്ന സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ മലയാള സിനിമ വേറെ ലെവലിലേക്ക് ഉയർന്നു. ഇത് ബെന്യാമിന്റെ നോവൽ, ബെന്യാമിൻ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്, ബെന്നിച്ചേട്ടനാണ് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നോവൽ കൂടി സിനിമയാവുന്നു. ബ്ലസ്സി സാർ അതുപോലെ അറിയാവുന്ന ആളാണ്. അപ്പൊ ബ്ലസ്സി സാർ അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഒരു സർവൈവൽ സ്റ്റോറി നിലയിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ഭയങ്കര ആത്മീയ തലമുള്ളൊരു സിനിമയാണ് അത്. കാരണം മനുഷ്യന്റെ ഒരു ഈ മരുഭൂമി കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. മരുഭൂമി ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. മരുഭൂമി കണ്ടിട്ട് ഈ സിനിമ കാണുമ്പോൾ മരുഭൂമി കണ്ടാൽ നമ്മൾ കിടുങ്ങിപ്പോവും. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു അങ്ങനെ. എന്നിട്ട് ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് സിനിമ കാണുന്നതിന് 2 ദിവസം മുമ്പ് ഈ നോവൽ ഒന്നുകൂടെ വായിച്ചു. എന്റെ ഉള്ളത് പഴയ എഡിഷൻ ആയിരുന്നു. ഇപ്പൊ മൂവി എഡിഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഈ നോവൽ തന്നെ, പൃഥ്വിരാജിന്റെ പടമൊക്കെ വെച്ചിട്ട്. അത് ഞാൻ വാങ്ങിപ്പോയി. അത് ഞാൻ പുസ്തകം കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് ഞാൻ ഒരുപാട് പുസ്തകമുണ്ട്, 10,000-ൽ കൂടുതൽ പുസ്തകം വീട്ടിലുണ്ട്. അപ്പം അങ്ങനെ പുസ്തകം സേവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ പഴയ പുസ്തകത്തിൽ പോയിട്ട് പുസ്തകം കളക്ട് ചെയ്ത് സേവ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇത് വീണ്ടും വായിച്ചിട്ട് പോയതുകൊണ്ട് ഞാൻ തലേദിവസം വായിച്ചിട്ട് പോകുന്നത് അതുകൊണ്ട് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു സിനിമയ്ക്ക്. ഈ വായിച്ചവർക്ക് ഈ സിനിമ കാണുമ്പോ ഉണ്ടാകുന്ന മറ്റൊരു ഫീലിംഗ് എന്തായിരിക്കും? കഥ അറിയാമല്ലോ നമുക്ക്. ഒന്നെന്ന് പറയുന്നത് ഇതെങ്ങനെ ഈ സംവിധായകൻ ചെയ്തു എന്നുള്ളതാണ് ആദ്യം ഉണ്ടാവുന്നത്. ഈ നജീബിനെ ഈ വായനക്കാരനെ അറിയാമല്ലോ. അവന്റെ മനസ്സിലൊരു നജീബ് ഉണ്ടാവും. അതിനെ എത്രമാത്രം ഈ പൃഥ്വിരാജിന്റെ കഥാപാത്രം അല്ലെങ്കിൽ ഹക്കീം ഉണ്ടാവും. അതിനെ എങ്ങനെ ഗോകുലിന്റെ കഥാപാത്രം, പിന്നെ സൈനു ഉണ്ടാവും. അതിനെ അമലാപോൾ, ഇവരൊക്കെ എങ്ങനെ ഇത് ചെയ്തു, ഒപ്പം ഈ അറബാബുമാരെ എങ്ങനെ ചിത്രീകരിച്ചു, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. പിന്നെ പല സീൻസും അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. നോവലിലുള്ള പ്രധാനപ്പെട്ട പല രംഗങ്ങളും ഞാൻ പറയുന്നില്ല, ചർച്ചയായിട്ടുള്ളതാണ്. അതിലെ പല രംഗങ്ങളും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വായനക്കാരെ ഒരു ചോദ്യചിഹ്നമാവും. അതിലൊരു എനിക്ക് തോന്നുന്നു 90% വരെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ബ്ലസ്സി സാർ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പുതിയ കാലഘട്ടത്തിലെ എഴുത്തുകാരും നേരിടുന്ന ഒരു വെല്ലുവിളി എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? വായനക്കാര് തന്നെയാണ്. വായനക്കാരെ കിട്ടുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പം അതിലാണല്ലോ ഈ പറയുന്ന പുതിയ ചെറുപ്പക്കാരെ 2 പേര് വിജയിച്ചു നിൽക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ വായനക്കാരിപ്പം മലയാളത്തിലെ പല കൃതികളും നിങ്ങൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. അതിപ്രശസ്തവും നമ്മൾ കരുതുന്ന പല കൃതികളും 50,000 കോപ്പി വരെ ചെല്ലുന്നുള്ളൂ. 50,000 പേര് 3 കോടി ആളുകൾ ഉണ്ടെന്ന് ഓർക്കണം. അവിടെയാണ് ഇത് വ്യത്യാസമുള്ളത്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് കിട്ടുന്നുണ്ടല്ലോ.
ഈ 50,000 പേരിലേക്ക് എത്തുന്നില്ല വലിയ നോവലുകൾ, വലിയ ആഘോഷിക്കപ്പെടുന്ന നോവലുകൾ. വിൽപ്പന എന്നുള്ളത് വലിയ ഘടകമല്ലെങ്കിലും വിൽപ്പന ഒരു ഘടകവുമാണ്, മാർക്കറ്റിംഗും അതിലൊരു ഘടകമാണ്. അപ്പം നമ്മുടെ നോവൽ വായനക്കാരനിൽ എത്തണമല്ലോ ഇത്. വായനക്കാരൻ PDF അല്ലല്ലോ വായിക്കുന്നത്. ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കാം, അല്ലെങ്കിൽ വാങ്ങി വായിക്കാം. പലപ്പോഴും PDF പ്രചരിപ്പിക്കുന്നുള്ളതൊക്കെയാണ് വാസ്തവം. അപ്പൊ അവിടെയാണ് വായനക്കാരനെയാണ് എഴുത്തുകാരൻ നേടുന്ന പ്രതിസന്ധി. ഈ വായനക്കാരനെ പിടിച്ചിരുത്തുക, വായനക്കാരനിലേക്ക് എത്തുക, അതാണ് ഏറ്റവും വലിയ എഴുത്തുകാരന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട 17 കൃതികളുണ്ടല്ലേ താങ്കൾക്ക്? അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതായിരിക്കും? അങ്ങനെ പറയാൻ പറ്റില്ല. സ്വന്തം മക്കളിലെ ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഈ വാൻഗോഗിന്റെ കാമുകി ആളുകൾ സ്വീകരിച്ചതിൽ അതൊരു പുതിയൊരു ഉണർവ് എനിക്ക് തന്നിട്ടുള്ള വാസ്തവമാണ്. അത് സത്യസന്ധമായി പറയാണ്. കാരണം അത് സ്വീകരിച്ച എന്റെ പ്രിയ വായനക്കാരോട്, ഇനി വായിക്കാനിരിക്കുന്നവരോടാണ് എനിക്ക് കടപ്പാടുള്ളത്. അപ്പൊ അതല്ല, എന്റെ എല്ലാ പുസ്തകവും വായിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്നത്. പുതിയത് ഞാനിപ്പോ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ നോവല് നമ്മുടെ പത്തനംതിട്ട എന്റെ ഗ്രാമത്തെ വെച്ചിട്ടുള്ള ഒരു നോവലാണ്. പക്ക ലോക്കൽ എന്ന് പറയുന്ന ലോക്കൽ കണ്ടന്റ് എന്ന് നമ്മൾ വാൻഗോഗിന്റെ കാമുകി അത്രത്തോളം സ്വീകാര്യത നേടിയതുകൊണ്ട് ആ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇനി വരുന്ന നോവലുകളിലെല്ലാം? ഇല്ല. ഇനി വരുന്ന നോവൽ ഇപ്പം നല്ല എഴുത്തുകാരൊക്കെ തന്റെ കൃതിയിൽ നിന്നും മേളിലോട്ട് നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത രചന അതിന്റെ ബെഞ്ച് മാർക്ക് അല്ല, ഞാനത് മറന്നു. അതിന്റെ എഴുത്തിന്റെ കാലമെല്ലാം ഞാൻ മറന്നു. ഇനി പുതിയൊരു കാര്യം, ഞാൻ ഒരുപാട് വാക്കുകൾ അവതരിപ്പിക്കുക, നഷ്ടപ്പെട്ടു പോയ വാക്കുകൾ, ഗ്രാമീണ പ്രയോഗങ്ങളെ കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഞാൻ പുതിയ നോവലില് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. അപ്പം പുതിയ എഴുത്തിനും ഒരുപാട് ആശംസകൾ നേരുകയാണ്. അപ്പം ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ. അതോടൊപ്പം തന്നെ എഴുത്തുകാരൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഒരുപാട് വായനക്കാരുണ്ടാകട്ടെ എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു വായനക്കാരുടെ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് താങ്കളുടെ കൃതികൾക്ക്. അപ്പം നമ്മളോടൊപ്പം ഈ ഒരു മണിക്കൂർ ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി, ഞങ്ങളോടൊപ്പം ചേർന്നതിന്. അപ്പം ജേക്കബ് എബ്രഹാം സാർ ആണ് സാഹിത്യകാരൻ നമ്മളോടൊപ്പം ഈ മോർണിംഗ് വൈബ്സിൽ ഇന്ന് മാനവീയ വീഥിയിൽ നിന്ന് ചേർന്നത്. 1 മണിക്കൂർ സംസാരിച്ച് തീർന്നത് അറിഞ്ഞതേയില്ല. അപ്പം മറ്റൊരു അതിഥിയുമായി പുതിയ വിശേഷവുമായി അടുത്ത ദിവസം കാണാം. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. തിരുവനന്തപുരത്ത്